അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖം വല്ലാതെ ചൊളിഞ്ഞുപോയി. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം എന്തിനാ ഇങ്ങനെ വന്നതെന്തിനാ? ആ സമയത്താണ് അള്ളാഹു ജിബ്രീലിനെ പറഞ്ഞു വിടുന്നത്. പറഞ്ഞു കൊടുക്ക് ജിബ്രീലേ പോയി അബസ വതവല്ല അനജാഹുൽ അമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യസ്സക്കറു ഫതൻഫഅഹു ദിക്റാ. ഓ നബിയേ, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന തന്റെ കൂട്ടുകാരന്റെ മുഖം ചുളിഞ്ഞപ്പോ അള്ളാഹു ശാസിക്കുകയാണ്, വേണ്ട നബിയേ, അബസ വതവല്ല, അങ്ങയുടെ മുഖം ചുളിഞ്ഞു പോയോ നബിയേ, അനജാഹുൽ അമാ, അങ്ങയുടെ അടുക്കലേക്ക് ഒരു അന്ധനായ സഹാബി വന്നപ്പോ, ഓ നബിയേ, എന്തിനാണ് അങ്ങ് മുഖം ചുളിച്ചത്? എല്ലാ പാടില്ല നബിയേ, ഇന്നഹു തദ്കിറ, ഇതൊരു വാണിംഗ് ആണ്. ഇനി എങ്ങാനും അങ്ങനെ ഒരിക്കൽ കൂടി മുഖം ചുളിഞ്ഞാൽ ഞാനും നിങ്ങളും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം പൊട്ടിപ്പോകും നബിയേ. പാവപ്പെട്ടവൻ എനിക്ക് വേണ്ടപ്പെട്ടവനാണ്, ആ പാവപ്പെട്ടവൻ ഞാനുമായിട്ട് അടുത്തവനാണ്. ഏ നബിയേ, ആ പാവപ്പെട്ടവനുമായുള്ള ബന്ധമെങ്ങാനും മുറിച്ചു കളഞ്ഞാൽ, ഇനി എങ്ങാനും മുഖമൊന്ന് ചുളിഞ്ഞു പോയാൽ വേണ്ട നബിയേ, ഇന്നഹു തദ്കിറ, ഇനി ഇത് മേലാൽ ആവർത്തിക്കല്ല നബിയേ. എപ്പോഴെങ്കിലും പ്രവാചകന്റെ മനസ്സിലെങ്ങാനും അള്ളാഹ് ഇഷ്ടപ്പെട്ടതെങ്ങാനും വന്നു പോയാൽ ആ സമയത്ത് കൂട്ടുകാരൻ ഇടപെടുമായിരുന്നു. ഇത്രയേറെ ജീവിതത്തിൽ സ്നേഹബന്ധമുണ്ടായിരുന്നു. അള്ളാഹും പ്രവാചകനും തമ്മിൽ ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നടന്ന, പ്രവാചകന്റെ മനസ്സ് ബന്ധാല് കൂടെ നിന്നിരുന്ന ഒരു കുടിയിലേക്ക് പോകാൻ പോയാൽ ആ സമയത്ത് പുറകിൽ നിന്ന് പിടിച്ചു വലിച്ച അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹം അള്ളാഹു ചോദിക്കുന്നതിന് മുമ്പേ പൂർത്തീകരിച്ചു കൊടുക്കുമായിരുന്നെന്നാ നമുക്ക് തന്നെ അറിയാമല്ലോ. അള്ളാഹും പ്രവാചകനും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം എന്താ? അതുകൊണ്ട് തന്നെയല്ലേ പ്രവാചകൻ പറഞ്ഞത്, ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ഗൈറ റബ്ബി ലത്തഖത്തു അബൂബക്കർ, അള്ളാഹു അല്ലാത്തൊരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാൻ എനിക്ക് അനുവാദമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ എന്റെ കൂട്ടുകാരനാക്കുമായിരുന്നു. ഇല്ല, എന്റെ കൂട്ടുകാരൻ എന്റെ റബ്ബാണ്, എന്റെ റബ്ബാണ്, എന്റെ റബ്ബാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണം. മനസ്സിലേതാഗ്രഹമുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ ആദ്യമായിട്ട് ഖിബിലയായിട്ട് വെച്ചത് ബൈത്തുൽ മുഖദ്ദസ് ആണ്. ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നെഞ്ചു തിരിച്ച് നമസ്കരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിലെ ആഗ്രഹം എന്താ? കഅബയെ ഖിബിലയാക്കണം. ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൈകെട്ടി നിസ്കരിക്കുമ്പോഴും അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ ആകാശത്തേക്കാണ്. ജിബ്രീൽ വരുന്നുണ്ടോ? കഅബയെ ഖിബിലയാക്കാൻ ആയത്തിറങ്ങുന്നുണ്ടോ? കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടെന്ന് അള്ളാഹ് അറിഞ്ഞാ മതി. അപ്പോൾ തന്നെ അള്ളാഹു ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ അള്ളാഹുവിന്റെ റസൂലും അള്ളാഹു തമ്മിലുള്ള പ്രേമബന്ധം, അനുരാഗബന്ധം അത്രത്തോളം ഉണ്ടായിരുന്നെങ്കിൽ സഹോദരങ്ങളെ, ഇത് വെറുതെ പറയുന്നതല്ല. അതുകൊണ്ടല്ലേ ഉമർ ഖാദിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഫസകാഹു കൽസ മഹബ്ബത്തിൻ തസ്നീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഉമർ ഖാദിയുടെ വാക്കാണിത്, ഫസകാഹു കൽസ മഹബ്ബത്തിൻ തസ്നീമാ, അവർ അനുരാഗത്തിന്റെ തസ്നീമിൽ നിന്ന് കോരിക്കുടിച്ചെന്ന് പറഞ്ഞാൽ അവര് പ്രേമാനുരാഗത്തിന്റെ തസ്നീം നദിയിൽ നിന്ന് അല്ലാഹു പ്രവാചകനെ കോരിക്കുടിച്ചെന്ന് ഉമർ ഖാദി പറഞ്ഞെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ആ സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനം എന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ തന്നെ അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കലാ പതിവ്. കഅബയെ ഖിബിലയാക്കണമെന്ന് പ്രവാചകൻ ആഗ്രഹമാണ്. കഅബയെ ഖിബിലയാക്കുമെന്നുള്ള ആയത്ത് വരുന്നോന്നറിയാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണെപ്പോഴും ആകാശത്തേക്കാ. ഉടനെ ജിബ്രീലിനെ പറഞ്ഞു വിട്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല, എന്റെ കൂട്ടുകാരന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കൽ എന്റെ കടമയല്ലേ? ഓ നബിയേ, കുഴപ്പമില്ല. ഖദ്നറാ തഖല്ലുബ വജ്ഹിക ബിസ്സമായി ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാ. ഓ നബിയെ, കഅബയിലേക്ക് നെഞ്ചു തിരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? മനസ്സിൽ ആഗ്രഹം വെച്ച് നടക്കണ്ട. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാ, അങ്ങ് ഇഷ്ടപ്പെട്ട കഅബയിലേക്ക് നെഞ്ചു തിരിച്ചോ നബിയേ.
സ്നേഹത്തിന്റെ അടുത്ത പാഠം. അള്ളാന്റെ റസൂലിന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെന്ന് അള്ളാഹ്ക്ക് അറിഞ്ഞാൽ മതി, ചോദിക്കുക പോലും വേണ്ട. ചോദിക്കണോ? ചോദിക്കണ്ട. റസൂൽ വലിയൊരു നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളോട് ചോദിച്ചിട്ടില്ല, മനസ്സിലൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ നമ്മുടെ ഭാര്യയോടുള്ള സ്നേഹം നമുക്ക് എന്താ? നമ്മളിപ്പോ അടുത്ത ടൗണിൽ കൂടെ പോത്തങ്കോട്, അടുത്ത പോത്തങ്കോടല്ലേ, പോത്തങ്കോട് നമ്മൾ അതിലേ പോവാണ്. അപ്പൊ പോണ വഴിക്ക് ഇടത് ഭാഗത്ത് രാജകുമാരി ടെക്സ്റ്റൈൽസ്. അങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ കണ്ട് രാജകുമാരി ടെക്സ്റ്റൈൽസിന്റെ ആ കണ്ണാളിച്ചില് നല്ല ഒരു ചുരിദാർ ഇട്ടിരിക്കും. ഒന്നുകിൽ അനാർക്കലി അല്ലെ പാട്ടിയാരെ തുടങ്ങി, അങ്ങ് സിക്കിം മുതൽ തുടങ്ങിയതാണ് ചുരിദാറിന്റെ പേര്. പാട്ടിയാല, അനാർക്കലി, അവസാനം ഗുജറാത്ത്, കേരളം വരെ എത്തുമ്പോൾ അതിന്റെ അവസാനിക്കാറ് ഒരു കാലേ കാണൂ. ചുരിദാറിന്റെ പേരാണ് അനാർക്കലി, പാട്ടിയാല, പാറ്റ്ന, ഗുജറാത്ത്. ഇപ്പൊ ഏറ്റവും അവസാനം ഇപ്പൊ കേരളം വരെ എത്തുമ്പോ ചുരിദാറിന് കേരളം എന്ന് പേരിട്ട് അതിന്റെ കേരളത്തിന്റെ ഭൂപടം പോലെ ഒരു കാലമുള്ളത്, മറ്റേ കാല് ഫ്രീ. അപ്പൊ അങ്ങനെ വരുന്ന സാധനം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ ഭാര്യ കൂടെ ഉണ്ട്. ഭാര്യ കണ്ണാടിച്ചില്ലിനകത്തൊരു നല്ല ചുരിദാർ കണ്ടു, അല്ലെങ്കിൽ തൊട്ടപ്പുറ ഗോൾഡ് സൂക്ക് ഉണ്ട്. ഗോൾഡ് സൂക്കില് ആ കഴുത്തില്ലാത്ത ഒരു സാധനം ഉണ്ടല്ലോ, താലിമാലയൊക്കെ ഇട്ട് വെച്ചാൽ കഴുത്തില്ലാത്തൊരു ഡെമോ. ആ ഡെമോയിൽ നല്ല ഒരു നെക്ലേസ് കിടക്കണം, 1.25 പവന്റെ. നമ്മുടെ ഭാര്യ ഇങ്ങനെ നമ്മുടെ കൂടെ നടന്നു വരുന്ന സമയത്ത് ഈ പാവം അറിയാതെ ഇങ്ങനെ ഒന്ന് നോക്കി. നമ്മൾ കണ്ടു തന്റെ ഭാര്യ ഈ കണ്ണാടി ചില്ലിൽ കിടക്കണ ചുരിദാറോ അല്ലെങ്കിൽ നെക്ലേസോ ഇതിങ്ങനെ ഇവൾ ഒളികണ്ണിട്ട് നോക്കണത് നമ്മൾ കണ്ടു എന്ന് നമ്മൾ ഭാവിച്ചില്ല. കാരണം പണ്ടാരം മേടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ കൂടെ നടക്കുമ്പോഴും സ്വർണ്ണക്കടയുടെ മുമ്പിൽ കൂടെ, തുണിക്കടയുടെ മുമ്പിൽ കൂടെ പെണ്ണിനെ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് പഴമക്കാർ പറയുന്നത്. കാരണം കഴുത്തിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ കണ്ട ഭാവം നടിച്ചില്ല. നമ്മളിങ്ങനെ നടന്നു വന്നു, വീട്ടിൽ വന്നു, അവള് പാവം ഒന്നും പറഞ്ഞില്ല, ഭർത്താവിനോട് പറഞ്ഞില്ല. കാരണം അവക്കറിയാം ഭർത്താവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പാവപ്പെട്ട മുസ്ലിയാരാണ് ഭർത്താവ്, അദ്ദേഹത്തിന്റെ ആകെ ശമ്പളം 3000 ഗുരുവാണ്. അതുകൊണ്ട് 2 ചുരിദാർ എടുത്താൽ തീർന്നു പട്ടിണി. ബാക്കി 3000 രൂപ കിട്ടിയാൽ 2 ചുരിദാർ എടുത്തിട്ട് ഒരു സാധനത്തിന്റെ വില എന്തോ ഒരു സാധനം. ഒരു നേരത്തെ ഡ്രസ്സ് എടുത്താൽ തീർന്നു 1 മാസത്തെ ശമ്പളം. അപ്പൊ അതുകൊണ്ട് ലോകത്താകെ മാറ്റമില്ലാത്ത ഒരു 2 സാധനമുള്ളൂ. ഖുർആൻ പറഞ്ഞു ലാ തബ്ദീല ലികലിമാത്തില്ല, അള്ളാഹുവിന്റെ വചനത്തിന് മാറ്റമില്ല, മുസ്ലിയാരുടെ ശമ്പളത്തിന് മാറ്റമില്ല. ഇവിടെ ഒഴിച്ച് ഇവിടെ മാറിയുന്ന സലാഹുദ്ദീൻ മൗലവി ഇവിടുത്തെ കമ്മിറ്റിക്കാർ നല്ല കമ്മിറ്റിക്കാരാണ്, നല്ല രീതിയിൽ ശമ്പളമൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് കമ്മിറ്റിക്കാരെ കുറിച്ച് അതായത് നല്ല അഭിപ്രായമാണ് ഇമാമിന്. അള്ളാഹു നിലനിർത്തി തരട്ടെ, ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അള്ളാഹു അതിനുള്ള എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നൽകിയിരിക്കുകയാണ്. ഏതായാലും സഹോദരങ്ങളെ, അവസാനം നമ്മൾ വീട്ടിൽ പോയി നമ്മുടെ ഭാര്യയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് നമുക്കറിയാം. പിറ്റേ പ്രാവശ്യം ഏതായാലും റമളാൻ കഴിഞ്ഞ് പെരുന്നാളൊക്കെ ആയി. ഒരു ഇമാമിന് ഏറ്റവും കൂടുതലൊക്കെ ശമ്പളമൊക്കെ മാറ്റി പെരുന്നാളിന് കുറച്ച് കൈമുടക്ക് കിട്ടും. പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഉസ്താദിനെ ഒന്നൊന്ന് കെട്ടിപ്പിടിച്ച് വാരിയിൽ പൊടിഞ്ഞു പോവും. കെട്ടിപ്പിടുത്തത്തിൽ എന്തേലും വൈരാഗ്യം ഉണ്ടെ തീർക്കണം അവിടെ. ഇനി കെട്ടിപ്പിടിക്കണതിന്റെ ഇടയിൽ ഉസ്താദിനോട് എന്തേലും വൈരാഗ്യം ഉണ്ട്, കെട്ടിപ്പിടിക്കണതിന്റെ ഇടയിൽ കഴുത്തിപ്പിടുത്തൊരു ഞെക്കും കൂടെ കൊടുക്കും, അറിയൂലല്ലോ ഇതിന്റെ ഇടയിൽ. അപ്പൊ ആ സമയത്ത് കൈമുടക്കൊക്കെ കൊടുക്കും. ഉസ്താദിനൊരു അല്പ പൈസയും മറ്റു കാര്യങ്ങളൊക്കെ. ഒരു ഇമാമിന്റെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരു പള്ളി ജീവനക്കാരന്റെ വീട്ടിൽ എന്തെങ്കിലും കാര്യം നടക്കുന്ന റമളാൻ ശേഷമാണ്. വീട് ഷീറ്റാണ്, അത് മാറ്റി ഒന്ന് വാർക്കണം, ഇൻഷാ അല്ലാഹ് റമളാൻ കഴിയട്ടെ എന്നേ പറയും. ഒരു കാരണം അദ്ദേഹം ഇപ്പൊ ഒരു തൊഴിലാളിക്ക് അയാൾ എന്തെങ്കിലും ചെയ്യുന്ന ഓണത്തിന് ബോണസ് കിട്ടുമ്പോഴാണ്. ബോണസ് കിട്ടട്ടെ എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ മോള് ഒരു 5 വയസ്സായ മോളുണ്ട്, ഒരു ചെറിയ സ്വർണ്ണക്കടുക്കം മേടിച്ചിടുന്നു, ഇൻഷാ അല്ലാഹ് റമളാൻ കഴിയട്ടെ. കാരണം ആ സമയത്താണ് ശമ്പളം കഴിഞ്ഞ് എന്തെങ്കിലും കിട്ടുന്നത്, വീട്ടിലെ ഒരു കാര്യം നടക്കുന്നത്. അപ്പൊ അന്ന് കൊണ്ടുവന്ന് മുസാവത്തൊക്കെ ചെയ്ത് നോക്കിയപ്പോ കുറെയൊക്കെ കൊള്ളാം. ചില ബിരുദന്മാരുണ്ട് അന്ന് കൊടുക്കൂല. അവരെന്തെന്നറിയോ, 100 രൂപയുടെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കും. ഫോട്ടോ സ്റ്റാറ്റ് കൊണ്ട് ഉസ്താദിനും കൊടുക്കും, 100 പോക്കറ്റിലും വെക്കും. അങ്ങനെ ചില ആളുകളുണ്ട്. അപ്പോ അതൊക്കെ എണ്ണിക്കഴിഞ്ഞ് കിട്ടിയത് പെരുന്നാൾ കഴിഞ്ഞപ്പോ പോയ വഴിക്ക് പോത്തങ്കോട് ഇറങ്ങി. അന്ന് ഭാര്യ നോക്കി ആ ചുരിദാറോ ഒരു നെക്ലേസോ വാങ്ങിച്ച് കയ്യിൽ വെച്ച് അങ്ങ് വീട്ടിൽ ചെന്ന് വിളിക്കണം, സുബൈദ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കൈ നീട്ടി ബിസ്മില്ലാഹ് തുറന്നു നോക്കുമ്പോ അന്ന് താൻ കണ്ടിട്ട് പറയാതെ മനസ്സിൽ വെച്ചിരുന്ന ആ നെക്ലസ്, അത് കാണുമ്പോ ഉള്ള സന്തോഷം എന്തായിരിക്കും? അതൊന്ന് കാണുമ്പോ, അത് കയ്യിൽ കിട്ടുമ്പോ, പറയാതെ ഒരു സാധനം കയ്യിൽ കിട്ടുമ്പോ അതുകൊണ്ടുള്ള സന്തോഷം എന്തായിരിക്കും?
ആ സ്നേഹം എന്തായിരിക്കും? തനിക്ക് ഇത്രയും ഉള്ളപ്പോഴും ഭാര്യയുടെ ആ സ്നേഹം, ആഗ്രഹം അറിഞ്ഞ് ചെയ്തു കൊടുത്ത ഭർത്താവിന്റെ സ്നേഹം, അവര് തമ്മിലുള്ള സ്നേഹബന്ധം എത്ര നന്നായിരിക്കും? അള്ളാന്റെ റസൂലും അള്ളാഹും തമ്മിലുള്ള കൂട്ടുബന്ധം ഇതാണ്. അള്ളാനെ കൂട്ടുകാരനാക്കണമെന്ന് ഇത് തന്നെയാണ്. ഒരു കൂട്ടുകാരുടെ ഇടയിൽ എന്തൊക്കെ ഉണ്ടാകുമോ അതൊക്കെ അള്ളാഹും അള്ളാന്റെ റസൂലും തമ്മിൽ ഉണ്ടായി. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കി അള്ളാനെ കൂട്ടുകാരനാക്കാൻ വലിയ എളുപ്പമാണ്. അള്ളാഹു അങ്ങനെയാണ്. പ്രവാചകൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞേക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ ആഗ്രഹം എന്താ? കഅബാലയം ഖിബലയാക്കണം. റസൂലുള്ള ചോദിക്കുന്നതിന് മുമ്പ് അള്ളാഹ് പറഞ്ഞു, ആക്കിക്കോ നബി. ഇനി എന്തിനാ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വെച്ചിരിക്കുന്നത്? അള്ളാന്റെ റസൂലിന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടെന്ന് അള്ളാഹ്ക്ക് അറിഞ്ഞാൽ മതി, അപ്പോ തന്നെ അത് സാധിപ്പിച്ചു കൊടുക്കും. ഇബ്രാഹിം നബിയുടെ അത്രയും സ്നേഹം അള്ളാഹ്ക്കില്ല. ഉണ്ടാ? ഇബ്രാഹിം നബിയെ വിളിച്ചിരിക്കുന്നത് ഖലീൽ എന്നാണ്. ഖലീലിന്റെ അർത്ഥം കൂട്ടുകാരൻ. റസൂലുള്ളാഹിയുടെ പേരെന്താ? ഹബീബ്. ഹബീബിന്റെ അർത്ഥം കൂട്ടുകാരൻ. പക്ഷെ ഈ രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഇബ്രാഹിം നബി അള്ളാഹിനോട് എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ അള്ളാഹ് കൊടുക്കും. ഖുർആൻ واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. ഇബ്രാഹിം നബി അള്ളാഹിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ വജഅൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, അവസാനം വരെ എന്നെ കുറിച്ച് എല്ലാവരും നല്ലതെന്ന് പറയിപ്പിക്കണേ അല്ലാഹുവേ. ഇബ്രാഹിം നബി ഇത് ചോദിച്ചപ്പോൾ അള്ളാഹ് കൊടുത്തത്. റസൂലുള്ളാഹിക്ക് അങ്ങനെയല്ല, ചോദിക്കുന്നതിന് മുമ്പേ അള്ളാഹ് കൊടുത്തു. വറഫഅനാ ലക ദിക്റക, ഓ നബിയേ അവസാനം വരെ അങ്ങയുടെ സ്മരണയെ ഞാൻ ഉയർത്തി തന്നിരിക്കുന്നു നബിയേ. ഇബ്രാഹിം നബി അള്ളാഹിനോട് ചോദിച്ചിട്ടാണ് കൊടുത്തത്. വജഅൽനീ മിൻ വറസതി ജന്നത്തിൻ നഈം, അല്ലാഹുവേ നാളെ നീ എനിക്ക് ജന്നാത്തുൻ നഈം നൽകണേ അല്ലാഹ്. ഇബ്രാഹിം നബി ദുആ ചെയ്തപ്പോഴാണ് അല്ലാഹ് കൊടുത്തത്. പക്ഷേ റസൂലുള്ളാഹിയോട് അങ്ങനെയല്ല, ചോദിക്കുന്നതിന് മുമ്പേ അല്ലാഹ് പറഞ്ഞു, നബിയേ ഇന്നാ അതൈനാകൽ കൗസർ, അങ്ങേക്ക് ഞാൻ കൗസർ എന്ന സ്വർഗീയ നദി തന്നിരിക്കുന്നു നബിയേ. ഇതാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ഇബ്രാഹിം നബി ചോദിച്ചാൽ കൊടുക്കും, അള്ളാഹു റസൂൽ ചോദിക്കണ്ട, ചോദിക്കുന്നതിന് മുമ്പേ അള്ളാഹു അങ്ങനെ കൊടുക്കും. ഇങ്ങനെ കൊടുത്തിരുന്ന റസൂലുള്ളാഹിയുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് അറിഞ്ഞു കൊടുത്തിരുന്ന അള്ളാഹു. ഇവര് തമ്മിൽ ഇത്രത്തോളം നല്ല സ്നേഹമായിരുന്നു. പക്ഷേ ഈ രണ്ടു കൂട്ടുകാരും തമ്മിൽ ഒരു ദിവസം പിണങ്ങി. അള്ളാഹും അള്ളാഹിന്റെ റസൂലും തമ്മിൽ ഒരു ദിവസം പിണങ്ങി. കൂട്ടുകാരാകുമ്പോ പിണങ്ങൂലോ? കൂട്ടുകാരാകുമ്പോ ചിലപ്പോ കൂട്ടുകാർ തമ്മിൽ പിണങ്ങൂലേ? പിണങ്ങും. എന്താ കാര്യം? അവന് പ്രധാനപ്പെട്ട കാര്യം വന്നപ്പോ എന്നെ വിളിച്ചില്ല. അല്ലെ അവന്റെ കല്യാണമായി. അവന്റെ കല്യാണമാകുമ്പോ എന്നോട് പറയേണ്ടതല്ലേ? ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് വലിയ ബന്ധമല്ലായിരുന്നു. 4 മണിക്ക് കോളേജിന്റെ ഫ്രണ്ടിൽ പോയി ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചല്ലേ. കല്യാണമായപ്പോ അവൻ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഒരു പ്രധാനപ്പെട്ട സംഭവം എത്തുമ്പോൾ എന്നെ ഓർത്തില്ല, എന്നെ വിളിച്ചില്ല. കൂട്ടുകാർ തമ്മിൽ പിണങ്ങും. അള്ളാഹും അള്ളാന്റെ പ്രവാചകനും തമ്മിൽ പിണങ്ങി. രണ്ട് കൂട്ടുകാരും തമ്മിൽ പിണങ്ങി. പിണക്കം എത്ര ദിവസം നിന്നു? ഞാൻ പറയണ കാര്യങ്ങൾ അറിയാം. പക്ഷെ അള്ളാനെ കൂട്ടുകാരനാക്കണമെന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ കുറെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. എന്റെ സഹോദരങ്ങളുടെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അള്ളാഹുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം. ബാക്കി ഓരോന്നോരോന്ന്, ബാക്കി 5 കൂട്ടുകാരെ ഞാൻ പറഞ്ഞുതരാം. 5ഒന്നും അല്ല, കുറെ ഉണ്ട്. അള്ളാഹും അള്ളാന്റെ റസൂൽ 2 കൂട്ടുകാരും തമ്മിൽ പിണങ്ങി. ആ പിണക്ക് എത്ര ദിവസം നീണ്ടു വന്നു? എത്ര ദിവസം നീണ്ടു? നിങ്ങൾ കൂട്ടുകാർ തമ്മിൽ പിണങ്ങി എത്ര ദിവസം നീണ്ടു എന്ന് പറയും? 3 ദിവസം. 3 ദിവസമേ പാടുള്ളൂ എന്നാണ് മുഅ്മിനീങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും നല്ല കൂട്ടുകാർ ഭാര്യയും ഭർത്താവുമാണല്ലോ. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി എത്ര ദിവസം ഉണ്ടായിരിക്കുക? 1 ദിവസം. 24 മണിക്കൂറിനുള്ളിൽ മിണ്ടിയിരിക്കണം. ഇല്ലെങ്കിൽ പ്രശ്നം വളരെ ഗുരുതരമാണ്. ഭാര്യയും ഭർത്താവും 2 സത്യവിശ്വാസികൾ തമ്മിൽ പിണങ്ങിയാൽ 3 ദിവസത്തിൽ കൂടുതൽ ഉണ്ടായിരിക്കാൻ പാടില്ല. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയാൽ 1 ദിവസത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല. അള്ളാന്റെ റസൂലും അള്ളാഹും തമ്മിൽ പിണങ്ങി. ആ പിണക്കം നീണ്ടുപോയി. അവസാനം അവര് മിണ്ടി. ആദ്യം ആരാ മിണ്ടിയത്? റസൂലുള്ള മിണ്ടി? അള്ള മിണ്ടിയോ? റസൂലുള്ള മിണ്ടി. തിരുത്തി. എന്താ കാര്യം? അള്ളാഹു ആണ് പിണങ്ങിയത്. പിണങ്ങാൻ കാരണമൊന്നുമില്ല. അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഒരു വിഭാഗം ആളുകൾ വന്നു. റസൂലുള്ളാഹിയോട് ചോദിച്ചു, നബിയെ അസ്ഹാബുൽ കഹ്ഫ് എത്ര പേരാണ്? ഇന്നലെ ഞാൻ പറഞ്ഞ ഗുഹയിൽ പോയി ഒളിച്ചിരുന്ന ഗുഹാവാസികൾ എത്ര പേരാ? 7 പേരാണോ 9 പേരാണോ 11 പേരാണോ? അള്ളാന്റെ റസൂലിനോട് വന്നിട്ട് നസ്രാണികൾ ചോദിച്ചു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പറയാം, ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നു.
റസൂലുള്ളാഹി എന്ത് പറഞ്ഞില്ല? ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. റസൂലുള്ളാഹിനോട് ചോദിച്ചു അസ്ഹാബുൽ കഹഫ് എത്ര പേരാ? റസൂലുള്ളാഹി പറഞ്ഞു നാളെ പറയാം, ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ചാൽ പറയാം എന്ന് കൂട്ടുകാരന്റെ പേര് പറയാൻ മറന്നുപോയി. അല്ലാഹ് പിണങ്ങി. ഖുർആൻ അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹു തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലേൽക്കുകയാണ്. അവര് തമ്മിലുള്ള കൂട്ടുബന്ധം അവസാനിക്കുകയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു നാളെ പറയാമെന്ന് പറഞ്ഞപ്പോ ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നുപോയി. അള്ളാന്റെ നാമം പറയാൻ മറന്നുപോയി. സഹോദരങ്ങളെ, ആ സംഭവം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ അള്ളാഹുവിൽ നിന്ന് ദൂത് വരുന്നില്ല, ജിബ്രീൽ വരുന്നില്ല, ഖുർആനിന്റെ ആയത്തിറങ്ങുന്നില്ല. അള്ളാന്റെ റസൂലിന് മനസ്സിലായി താൻ ഇൻഷാ അല്ലാഹ് പറയാത്ത പ്രത്യാഖ്യാതമാ. ദിവസം 1 കടന്നു, 2 കടന്നു, 3 കടന്നു. 3 ദിവസം കഴിഞ്ഞിട്ടും അല്ലാഹു മിണ്ടിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് ആകാശത്തേക്ക് നോക്കും, ജിബ്രീൽ വരുന്നുണ്ടോ? ജിബ്രീൽ വരുന്നില്ല, ജിബ്രീൽ കടന്നു വരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലും അല്ലാഹു തമ്മിലുള്ള ബന്ധമല്ലേ, ഒരിക്കലും അവസാനിക്കാത്ത ബന്ധമല്ലേ. എന്നും ജിബ്രീൽ കടന്നു വന്ന് ബന്ധം പുതുക്കിയതല്ലേ. ഒരാഴ്ച കടന്നു, 2 ആഴ്ച കടന്നു, അല്ലാഹുവിന്റെ പിണക്കം മാറിയിട്ടില്ല. നിങ്ങളതൊരു നല്ല രീതിയിൽ മനസ്സിലാക്കുമെന്ന് കരുതുകയാണ്. ആത്മാർത്ഥമായി സ്നേഹിച്ച 2 കൂട്ടുകാരുടെ ഇടയിൽ ബന്ധമങ്ങ് തകർന്നു പോയപ്പോ സഹോദരങ്ങളെ, മാസം 1 കഴിഞ്ഞു, അള്ളാന്റെ റസൂലിന് വഹി വരുന്നില്ല, ജിബ്രീൽ കടന്നു വരുന്നില്ല. അള്ളാന്റെയും അള്ളാന്റെ റസൂലിന്റെയും ഇടയിലുള്ള സ്നേഹത്തിന്റെ ദൂതനല്ലയോ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നില്ല. എന്നും രാവിലെയും വൈകുന്നേരവും പ്രവാചകൻ നോക്കുന്ന ആകാശത്ത് പ്രത്യക്ഷമാകുന്നവോ, കസൽസലത്തിൽ ജറസി മണിനാദം മുടങ്ങുന്നവോ, ജിബ്രീൽ കടന്നു വരുന്നവോ. നാട്ടിൽ മുഴുവനും പാട്ടായി അല്ലാഹു റസൂലുള്ളാഹിനെ കൈവിട്ട് കളഞ്ഞു. അബൂജഹലും മുനാഫിഖീങ്ങളും പറയാൻ തുടങ്ങി, മുഹമ്മദിന്റെ അല്ലാഹു മുഹമ്മദിനെ കൈവിട്ടിരിക്കുകയാണ്. 1 മാസമായിട്ട് വഹി വരുന്നില്ല, 1 മാസമായിട്ട് ജിബ്രീൽ വരുന്നില്ല. അല്ലാഹു കൈവിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് നൊന്തുപോയി, അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് കിടങ്ങിപ്പോയി. അല്ലാഹുവേ, 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 നീ എന്നോട് പിണങ്ങിയോ അല്ലാ, എന്നോടുള്ള ബന്ധം നീ മുറിച്ചു കളഞ്ഞോ അല്ലാ. എത്രയോ ദിവസങ്ങളായി സഹോദരങ്ങളെ, 1 ആഴ്ചയല്ല, 2 ആഴ്ചയല്ല, 1 മാസമല്ല, 40 ദിവസം അല്ലാഹുവിന്റെ റസൂലും അല്ലാഹു തമ്മിൽ ബന്ധമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. അല്ലാഹുവും അല്ലാഹുവിന്റെ പ്രവാചകനും തമ്മിലുള്ള മാനസിക ബന്ധത്തെ കുറിച്ച് പറഞ്ഞ 21-ാം നൂറ്റാണ്ടിൽ എന്റെ ചെറുപ്പക്കാർക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. അന്തരിച്ചു പോയ മൈക്കിൾ ജാക്സന്റെ വൃത്തികെട്ട മുഖവും ടീഷർട്ടിന്റെ മുമ്പിൽ പതിച്ചു വെച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ആരാധനാ മുത്തുകളെ കൂട്ടുകാരാക്കി മാറ്റുന്ന ബോളിവുഡിന്റെയും ഹോളിവുഡിന്റെയും സിനിമാ താരങ്ങളുടെ സാക്ഷാൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അടക്കമുള്ള ഫോട്ടോകൾ കടപ്പറയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് മനസ്സിലാകുമോ എന്നെനിക്കറിയില്ല. കാവ്യാമാധവനെയും നവ്യാനായരും മീരാദാസിനും ഒക്കെ കടപ്പറയിൽ റോൾ മോഡലാകുന്ന, അവരെ പോലെയാകാൻ വസ്ത്രധാരണം മാറ്റിക്കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് അല്ലാഹുവും അവന്റെ പ്രവാചകനും തമ്മിലുള്ള മാനസിക ബന്ധത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല. 40 ദിവസം പൂർത്തിയായി. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിലൂടെ കണ്ണുനീരൊലിക്കാൻ തുടങ്ങി. അല്ലാഹുവേ, 40 ദിവസം കഴിഞ്ഞിട്ട് ജിബ്രീൽ വരുന്നില്ലല്ലോ, വഹി വരുന്നില്ലല്ലോ. അല്ലാഹുവേ, നീ എന്നെ കൈവിട്ടോ അല്ലാ. ഈ മക്കാ മരുഭൂമിയിൽ ആയിരക്കണക്കിന് എതിരാളികൾ എന്റെ രക്തം കുടിക്കാൻ നിൽക്കുമ്പോ, എന്റെ തല കൊയ്യാൻ നിൽക്കുമ്പോ നീയും എന്നെ കൈവിട്ടോ അല്ലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. 40 ദിവസം പൂർത്തിയായി. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞപ്പോ തന്റെ കൂട്ടുകാരന്റെ കവിൾത്തടങ്ങളുടെ ഓരങ്ങളിൽ എവിടെയോ കണ്ണുനീർത്തുള്ളി അടന്നു വീണപ്പോ അല്ലാഹുക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, അല്ലാഹുക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതാ ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. 40 ദിവസമായിട്ട് വരാത്ത മാലാഖ വരുന്നു. ഓ നബിയേ, കരയണ്ട നബിയേ, വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറ
والآخرة خير لك من الأولى ولسوف يعطيك ربك فترضى والله മധ്യാഹ്ന സമയത്ത് തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ ഇരുൾമുട്ടിയ രാത്രിയെ തന്നെയാണ് സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ മാ വദ്ദഅക റബ്ബുക അങ്ങയുടെ അല്ലാഹു അങ്ങയോട് പിണങ്ങിയിട്ടില്ല നബിയേ. വമാ ഖലാ അങ്ങേ ഞാൻ കൈവിട്ടില്ല നബിയേ. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആരാ പറയുന്നത്? ആകാശത്തിന്റെ തമ്പുരാൻ, ചന്ദ്രന്റെ തമ്പുരാൻ, സൂര്യന്റെ തമ്പുരാൻ, ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാകത്തെ മുഴുവനെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോറ്റുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യ ജന്മത്തോട് പറയുകയാണ്, മാ വദ്ദഅക റബ്ബുക അങ്ങയുടെ അല്ലാഹു അങ്ങയോട് പിണങ്ങിയിട്ടില്ല നബിയേ. വമാ ഖലാ അങ്ങേ കൈവിട്ടിട്ടില്ല നബിയേ. നാളെ നമ്മുടെ കണ്ണുനീര് വരുമ്പോ അല്ലാഹു പറയണം, എടാ നിന്നെ ഞാൻ കൈവിട്ടിട്ടില്ലടാ, നിന്നോട് ഞാൻ പിണങ്ങിയിട്ടില്ലടാ. അല്ലാഹു നമ്മളോട് പിണങ്ങാതിരിക്കട്ടെ, അല്ലാഹു നമ്മെ കൈവിടാതിരിക്കട്ടെ. അല്ലാഹു എങ്ങാനും നമ്മളെ കൈവിട്ടു പോയാ, ഓ ചെറുപ്പക്കാരാ, അല്ലാഹു എങ്ങാനും നമ്മളോടൊന്ന് കൂട്ടുകെട്ടിയാ, അല്ലാഹു എങ്ങാനും ഒന്ന് പിണങ്ങി മാറി നിന്നാ, പിന്നെ ഈ ലോകത്ത് ആര് നിന്റെ കൂടെ ഉണ്ടായിട്ട് കാര്യമെന്താ? ആരൊക്കെ നിന്റെ കൈ പിടിച്ചിട്ട് കാര്യമെന്താ? ആരൊക്കെ നിന്നെ സഹായിക്കാമെന്നിട്ട് കാര്യമെന്താ? ഓര് നിന്നെ സഹായിക്കാമെന്നാലും ഇന്നറാദനി അല്ലാഹു ബിദുർരിൻ ഹുന്ന കാസിബാതു ദുർരിഹി അവറാദനി ബിറഹ്മത്തിൻ അൽഹുന്ന മുംസികാതു റഹ്മതി. അല്ലാഹു വിചാരിച്ചാലല്ലാതെ നിന്നെ ഒരാൾക്ക് സഹായിക്കാൻ കഴിയില്ല. അല്ലാഹു വിചാരിച്ചാലല്ലാതെ നിനക്കൊരു ആപത്ത് വരുത്താൻ മറ്റൊരാൾക്ക് കഴിയില്ല. അല്ലാഹു എങ്ങാനും കൈവിട്ടു പോയാൽ, അതുകൊണ്ട് ഇന്നത്തെ രാത്രി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുകയാ, അല്ലാഹു നമ്മളെ കൈവിടരുത്, അല്ലാഹു നമ്മളോട് കൂട്ടുവെട്ടരുത്, അല്ലാഹു നമ്മളോട് പിണങ്ങരുത്. അല്ലാഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടോ? എത്രയോ പ്രാവശ്യം നമ്മൾ ഓതുന്ന സൂറത്താണിത്. ഇതിന്റെ അർത്ഥം നമുക്ക് ഇതേവരെക്കറിയുമോ? അല്ലാഹു ചോദിക്കുന്ന, നബി അങ്ങ് എന്താ വിചാരിച്ചത്? ഞാനങ്ങനെ കൈവിടുമോ നബിയേ? അലം യജിദ്ക യതീമൻ ഫആവാ. അങ്ങ് വാപ്പയില്ലാതെ ഉമ്മയില്ലാതെ യതീമായിട്ട് ജനിച്ചതല്ല നബിയേ. വാപ്പയില്ലാതെ ഉമ്മയില്ലാതെ മക്കാ മരുഭൂമിയിലൂടെ ആരും കൈപിടിക്കാനില്ലാതെ നടന്നപ്പോ ഫആവാ അങ്ങയുടെ കൈ പിടിച്ചത് ഞാനല്ല നബിയേ. ഇതാണ് അള്ളയുമായിട്ടുള്ള ബന്ധം, ഇതാണ് റബ്ബുമായിട്ടുള്ള ബന്ധം. അങ്ങേ ഞാനല്ല നബിയേ. വാപ്പയില്ലാതെ ഉമ്മയില്ലാതെ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ ഒരാൾ പോലും കൈപിടിക്കാനില്ലാത്തപ്പോ വാവാ, ഓ നബിയേ, ഞാനല്ലേ അങ്ങേക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തിനാ ഞാനങ്ങയോട് പിണങ്ങുന്നത്? എന്തിനാ ഞാനങ്ങയോട് കൈവിടുന്നത്? എന്തിനാ? അതുകൊണ്ട് സഹോദരങ്ങളെ, കൈപിടിക്കാൻ ആരുമില്ലാതെ നടക്കുമ്പോ ഓ സമയത്തെങ്ങാനും അല്ലാഹു നമ്മുടെ കൈപിടിച്ചാൽ, അല്ലാഹും പ്രവാചകനുമായിട്ടുള്ള പിണക്കം തീർന്നു. ആ പിണക്കം തീർന്നപ്പോൾ റസൂലുള്ളാഹിക്ക് സമാധാനമായി. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ആരെയാണോ നമ്മൾ മനസ്സിന് സ്നേഹിക്കുന്നത് ആ മനുഷ്യനെ ഒന്ന് കാണാൻ നമുക്ക് ആഗ്രഹമില്ലേ? ഓ പ്രേമബാധനത്തിനെ കാണാൻ നമുക്ക് കൊതിയില്ലേ? അല്ലാഹുവിന്റെ റസൂല് സ്നേഹിക്കുന്നതാരെയാ? റബ്ബിനെയല്ലേ. മനസ്സിൽ മുഴുവനും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയല്ലേ? ഓ പ്രേമബാധനത്തിനെ കാണാൻ ഒരാഗ്രഹമില്ലേ? അല്ലാഹു ചോദിച്ച്, നബിയെ എന്നെ കാണാൻ ആഗ്രഹമുണ്ടോ? പ്രേമബാധനത്തിനെ കാണാൻ, സ്നേഹിക്കുന്നവനെ കാണാൻ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മുസ്ലിം പെങ്ങളെ, നീ ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്ന ഒരാളെ കാണാൻ എത്രയോ പാടുപെടാറുണ്ട്. വഴിവെക്കിൽ പോയി നോക്കി നിൽക്കാറില്ലേ? ഫോട്ടോ വാങ്ങിച്ച് കണ്ടുകൊണ്ടിരിക്കാറില്ലേ? മൊബൈലിൽ സ്റ്റോർ ചെയ്തിട്ട് രാത്രിക്ക് രാമായണം എടുത്ത് നോക്കാറില്ലേ? നിങ്ങൾക്ക് ഈ സ്നേഹബന്ധം അറിയുമോ? അല്ലാഹു ചോദിച്ചു, നബിയെ വരുന്നുണ്ടോ എന്നെ കാണാൻ? എന്നെ കാണാൻ അങ്ങേക്ക് ആഗ്രഹമുണ്ടോ നബിയെ? അതെ അല്ലാഹു, എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്റെ മനസ്സിൽ നീയാണ്, എന്റെ ഹൃദയത്തിൽ നീയാണ്, എന്റെ ചിന്ത നീയാണ്, എന്റെ അടക്കം നീയാണ്, എന്റെ അനക്കം നീയാണ്. എനിക്കൊന്ന് കാണണമല്ല.
ആ ലോകത്തിലേവരെ കണ്ടിട്ടില്ലാത്ത രണ്ട് സ്നേഹവാചനങ്ങളെ തമ്മിൽ കാണാൻ ആഗ്രഹിച്ചു. അങ്ങനെ സ്നേഹിതനെ കാണാൻ കൂട്ടുകാരൻ പോയ യാത്രയാണ് മിഅ്റാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, മിഅ്റാജ് എന്ന് പറഞ്ഞാൽ രാത്രി നടന്ന വെറും യാത്രയല്ല, രണ്ട് കൂട്ടുകാർ തമ്മിൽ കാണാനുള്ള കൂട്ടുമുട്ടലാണ്. അല്ലാഹു പറയുകയാണ്, നബിയെ കാണണോ? നബിയെ കാണണമല്ലാ. എന്നാൽ വന്നോ നബിയെ? ജിബ്രീലിനെ വിളിച്ചു. ലോകത്തിലെ ഏറ്റവും മുന്തിയ വാഹനം കൊടുത്തുവിട്ടു. ബുറാഖ് കടന്നു വരികയാണ്, ബുറാഖ് കടന്നു വരികയാണ്. ഉമ്മാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടക്കുന്ന പ്രവാചകനെ വിളിക്കുന്ന, കയറി നബിയെ, കയറുക, കയറുക. ഇതേവരെ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരനെ കാണാൻ കൂട്ടുകാരൻ പോയ യാത്രയാണ് മിഅ്റാജ്. കാണണം. എത്ര നമുക്ക് മനസ്സിൽ വലിയ സ്നേഹമുണ്ട്, പക്ഷെ ഇതേവരെ കണ്ടിട്ടില്ല. നമുക്ക് കാണാൻ വലിയ ആഗ്രഹമല്ലേ? ഈ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം സഹോദരങ്ങളെ. അതിന് എന്ത് ചെയ്യണം? ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മനസ്സിലൊരാഗ്രഹമില്ലേ? മനസ്സിലൊരാഗ്രഹമില്ലേ? ഉണ്ടോ ഇല്ലയോ? പിന്നെ ഞാൻ ഈ തൊണ്ട പൊളിച്ച് പറയണ എന്തിനാ? ഒരു ആഗ്രഹം വേണ്ടേ? അള്ളാഹുവായിട്ട് ബന്ധപ്പെടാൻ ഒരു കാര്യവുമില്ല, വളരെ നിസ്സാരമാണ്. എന്റെ സഹോദരങ്ങളെ, ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? സ്വന്തം ഭാര്യയുടെ പരാതി തീർക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? പറ്റൂല. സ്വന്തം ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? ഇനി എന്തൊക്കെ ചെയ്താലും റസൂലുള്ള പറഞ്ഞു, പെണ്ണിന്റെ സ്വഭാവം, അവള് പറയും ഖൈറൻ ഖത്തു. എന്തൊക്കെ ചെയ്താലും പറയും, ഇയാൾ ജനിച്ചിട്ട് ഇതേവരെ എനിക്കൊരു നല്ല കാര്യം ചെയ്തിട്ടില്ല. റസൂലുള്ള പറഞ്ഞ അനുഭവസ്ഥരല്ലേ? റസൂലുള്ള പറഞ്ഞ പെണ്ണിന്റെ സ്വഭാവം എന്താ? മരിക്കുന്നത് വരെ അവക്ക് ചുണ്ടിൽ കൊണ്ട വെള്ളം ഒഴിച്ചു കൊടുത്താലും മരിക്കാൻ നേരത്ത് പറയും ഖൈറൻ ഖത്തു. റസൂലുള്ള പറഞ്ഞാണ്, ഞാൻ പറഞ്ഞല്ല, ഇവിടത്തെ പെണ്ണുങ്ങളല്ല, വേറെ 2 ദിവസം കൂടെ വാള് പറയണ്ടേ? നിങ്ങളെ കുറിച്ചല്ല ഈ പറയുന്നത്, വേറെ 2 ആളുകൾ. അപ്പൊ റസൂലുള്ള പറഞ്ഞ അപ്പോഴും പെണ്ണ് പറയും ഖൈറൻ ഖത്തു. നിങ്ങൾ എന്നെ കെട്ടിയതിനു ശേഷം ഇതേ ഒരു നല്ല കാര്യം ചെയ്തു തന്നിട്ടില്ല. ഭാര്യയുടെ പരാതി തീർക്കാൻ പറ്റുമോ? ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? എന്ത് ചെയ്താലും അത് പെണ്ണിന്റെ ഒരു സ്വഭാവമാണ്. ഞാൻ എന്റെ ഭാര്യയോട്, ഇതെന്താ നിങ്ങൾക്ക് പരാതി തീരാത്തത്? അപ്പൊ അവളെന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞേക്കല്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞ. നിങ്ങളുടെ വീട്ടുകാരെ സലാഹുദ്ദീൻ മൗലവിയുടെ ഭാര്യ എന്റെ ഭാര്യ വലിയ അടുത്ത കൂട്ടുകാർ, അവരെപ്പോഴും വിളിക്കുകയോ ചെയ്യും. ഇത് വീട്ടിൽ ചെന്ന് പറയല്ലേ? അപ്പോ അവളെന്നോട് പറഞ്ഞ മറുപടി, നിങ്ങളെല്ലാം ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു. അപ്പൊ അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഭാര്യയ്ക്ക് ഒരു പരിവം ഉണ്ടാവും. എന്നാ നിന്റെ പരിവം എന്താ? നമുക്ക് ഹജ്ജിന് പോവാം എന്ന് പറഞ്ഞാൽ ഹജ്ജിന് കൊണ്ടായാൽ പറയും, നിങ്ങളെന്നെ ഒരു പ്രാവശ്യമല്ലേ കൊണ്ടുപോയുള്ളൂ. അപ്പൊ എന്ത് ചെയ്താലും ഇനിയിപ്പോ അവസാനം വരെ കൊണ്ടായാലും അവള് പറയും, നമ്മൾ അതല്ലേ ചെയ്തുള്ളൂ എന്ന് പറയും. ഇത് ഭാര്യയുടെ സ്വഭാവമാണ്. മക്കൾക്ക് എന്തെങ്കിലും കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? വാപ്പ ഇതൊക്കെ ഉണ്ടായിട്ട് എനിക്ക് തന്നത് 10 സെന്റ്. ഇതൊക്കെ ഉണ്ടായിട്ടും വാപ്പ എനിക്ക് തന്ന എത്രയാ? 10 സെന്റ്. എന്റെ പൊന്നു സഹോദരിമാരെ, കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? മക്കൾക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ എന്റെ ചെറുപ്പക്കാരോട്, എന്റെ സഹോദരങ്ങളോട് ഒരു അള്ളാഹുവായിട്ടുള്ള സ്നേഹബന്ധം എന്താ? ഞാനിത് പറയുന്ന ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. നമ്മൾ മക്കൾക്ക് കൊടുത്താലോ, ഇപ്പൊ ഒരു ഉമ്മ, ആ ഉമ്മ മക്കൾക്ക് ഉണ്ടായിരുന്ന സ്വർണ്ണം മുഴുവനും മക്കൾക്ക് കൊടുത്തു, പെമ്മക്ക് കൊടുത്തു. അവസാനം ഉമ്മ എന്ത് ചെയ്തൊരു കടുക്കരുത്, അതും കൂടെ അവർക്ക് തന്നൂടെ? കളവിട്ടുണ്ടോ? എന്തൊക്കെ കൊടുത്ത് അവസാനം ഒരു അലിക്കത്തുണ്ട്, ഉമ്മാടെ ചെവിയിൽ ഒരു അലിക്കത്തുണ്ടല്ലോ, വലിയ ഭാരമുള്ള ഒരു അലിക്കത്ത്. അതിങ്ങനെ തൂങ്ങി ആ കാതിന്റെ ഒരു വട്ടം ഉണ്ടായിട്ട് ഒരു സൈക്കിൾ ടയറിന്റെ വലിപ്പം ഉണ്ടാവും. എന്നാലും ഇത് പള്ളിക്കൂലി കൊടുക്കൂല, പിന്നെ അത് ഇട്ട് തൂക്കിക്കൊണ്ടോ. അവർ അലിക്കത്ത് ഇങ്ങനെ കിടക്കാണ്. അപ്പോഴും അതും കൂടെ അവർക്ക് അങ്ങോട്ട് തന്നു. മാതാപിതാക്കൾക്ക് മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹം എന്ന് പറഞ്ഞാൽ സ്വർണവും പണവും ഉണ്ടെങ്കിൽ വലിയ സ്നേഹം, അല്ലെങ്കിൽ ഉണ്ടാവൂല. സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനം എന്താ? സ്വർണം, പണം. വാപ്പായോട് മക്കൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാവണപ്പോഴാണ്. വാപ്പ മരിക്കാൻ കിടക്കാണ് സക്കറാത്തിൽ, എല്ലാരും വിളിച്ചത് വാപ്പ മരിക്കാൻ പോണു, പാഞ്ഞു വരും, എല്ലാവരും ഓടി പാഞ്ഞു വരും. വാപ്പ കട്ടിലി കിടന്ന് വാപ്പ ഐസ്ക്രീം വേണം. സ്നേഹം എപ്പോഴാ? മരിക്കാൻ വേണ്ടി കിടക്കണ വാപ്പായോടും ഉമ്മായോടും മക്കൾക്ക് അപാര സ്നേഹമാണ്. ഏറ്റവും സ്നേഹം കാണിക്കണം എപ്പോഴാ? വാപ്പാക്ക് എന്താഗ്രഹമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ സാധിപ്പിച്ചത്.
മരിക്കാൻ സക്കറാത്തിൽ കിടക്കണ വാപ്പയോടും ഉമ്മയോടും മക്കൾ പറഞ്ഞ നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താണേലും പറഞ്ഞോളി ഞങ്ങൾ സാധിപ്പിച്ചു തരും. എടാ പകയായ ആരോഗ്യമുള്ള സമയത്ത് നീ അതൊന്ന് ചോദിക്കൂല, കാരണം ചെയ്തു കൊടുക്കേണ്ടി വരും. ഇപ്പഴേതായാലും ഇനി ഇവിടെ എഴുന്നേക്കൂലെന്നറിയാം, കാരണം ഇസ്രായേലിന്റെ ഫോട്ടോ സ്റ്റാറ്റ് വരെ കണ്ടു കിടക്കുക, ഇനി എഴുന്നേക്കൂലെന്നറിയാം. അപ്പൊ ആ സമയത്ത് പോയി ചോദിക്കും, പാപ്പാക്ക് വീഗാലാൻഡി പോകണം, എന്ത് വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറാണ്. ആ സമയത്താണ് വാപ്പയോട് മക്കൾക്ക് സ്നേഹം കൂടുതൽ. മക്കൾക്ക് ഇനിയിപ്പോ ഉമ്മായ മരിക്കാൻ കിടക്കണമെങ്കിൽ പെൺമക്കൾ വന്നിട്ട് ആ തലയുടെ ചോട്ടിലെ പെൺമക്കൾ ഇരിക്കും, കാരണം മരിച്ചിട്ട് വേണം കമ്മല് വലിച്ചു പറിക്കാൻ. നിങ്ങൾ ആർക്ക് എന്ത് വേണേ കൊടുത്തോളി, വാരിക്കോരി കൊടുത്തോളി, ആ നന്ദി നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ട. മനുഷ്യരുടെ ഇടയിൽ മക്കൾക്ക് കൊടുത്ത് മുഴിപ്പിക്കാൻ പറ്റുമോ? ഭാര്യയ്ക്ക് കൊടുത്ത് പറ്റുമോ? ഇനി മാതാപിതാക്കൾക്ക് മക്കൾ കൊടുത്തു എന്ന് വിചാരിക്കട്ടെ, മാതാപിതാക്കളെ കൊണ്ട് അവൻ എനിക്കെല്ലാം തരുന്നവനാണെന്ന് ഏതെങ്കിലും വാപ്പ ഉമ്മ പറയൂ? അവനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് വലിയ ആളായി ഡോക്ടറാക്കി അവൻ 1-ാം തീയതി വന്നിട്ടൊരു 10 കുലുവ സയ്യിദ് ദുആനി കാജാബീഡി വലിക്കാം. വാപ്പാടെ പരാതി എന്താ? വളർത്തി വലുതാക്കിയിട്ട് അവന് ഭാര്യ മക്കളുമായപ്പോ അവർക്ക് കൊടുക്കും, എനിക്കില്ല. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ആർക്കൊക്കെ വാരിക്കോരി കൊടുത്താലും ആയുസ് മുഴുവനും നിങ്ങൾ കൊടുത്താലും അവര് നിങ്ങളോട് തൃപ്തിപ്പെട്ട് പറയില്ല. പക്ഷേ നേരെ മറിച്ച് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. 5 കാര്യം നിങ്ങൾ ചെയ്താൽ മതി, എനിക്ക് നിങ്ങളോട് പരിപൂർണ തൃപ്തിയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലോകത്താരെയും തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റൂല, പക്ഷെ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. 5 കാര്യം ചെയ്താൽ മതി. ലോകത്ത് ഇത്രയും അനുഗ്രഹമൊക്കെ ചെയ്തു തന്നിട്ട് അള്ളാഹു നമ്മളോട് തിരിച്ചു ചോദിക്കുന്ന അത്ര 5 കാര്യം. ഒന്നെന്താ? അള്ളാഹുവിനെയും പ്രവാചകനെയും വിശ്വസിക്കണം. പാടില്ലല്ലോ. 2 24 മണിക്കൂർ തന്നതിൽ നിന്ന് ഒരു അരമണിക്കൂർ ജീവിതത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി 5 വഖത്ത് നിസ്കരിക്കണം. ബുദ്ധിമുട്ടുണ്ടോ? 24 മണിക്കൂറുണ്ട്, 23.5 മണിക്കൂർ നേടുത്തോ, അരമണിക്കൂർ എനിക്ക് വേണ്ടി ഒന്ന് ചെലവഴിക്കണം. ഇത് നേരെ മറിച്ച് നിങ്ങളുടെ ഭാര്യയോടാണെങ്കിൽ നിങ്ങൾക്ക് 24 രൂപ കൊടുത്തു കിട്ടി, 50 പൈസ കൊണ്ടുപോയി ഭാര്യയ്ക്ക് കൊടുത്ത് 23.5 നീ എടുത്ത്, എന്ത് പറയും ഭാര്യ? നിങ്ങളൊന്ന് പറയാം, എന്ത് പറയും ഭാര്യ? അത് മിക്കവാറും 50 പൈസ പിന്നെ എടുക്കാൻ കിംസി പോകേണ്ടി വരും, മൂക്കിലടിച്ചു കേട്ടോ, പിന്നെ കിംസി കൊണ്ടുപോയി കീറണം. ഇനി നിങ്ങൾ നിങ്ങളുടെ വാപ്പാടെ കയ്യിൽ 24 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്, 50 പൈസ നിങ്ങൾ കൊണ്ടുപോയി വാപ്പാടെ കയ്യിൽ കൊടു, 23.5 നിങ്ങൾ എടുക്കും. വാപ്പ എന്ത് പറയും? തിരിച്ചു മുഖത്തേക്ക് വലിച്ചെറിയും. പക്ഷെ അള്ളാഹ് പറഞ്ഞു 23.5 നീ എടുത്തു, 50 എനിക്ക് എന്നാ മതി, എനിക്ക് പരിപൂർണ്ണ തൃപ്തിയാ. ആരെ തൃപ്തിപ്പെടുത്താൻ എളുപ്പം? അള്ളാഹനെ. പിന്നെന്തേ തൃപ്തിപ്പെടുത്തുന്നില്ല? ഇവിടെയാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു ശരി, അവസാനം എന്ത് ചെയ്യണം? 11 മാസം തിന്നോ കുടിച്ചോ, 1 മാസം എനിക്ക് വേണ്ടി നോമ്പനുഷ്ഠിക്കണം, പകലില് മാത്രം. ആ പിള്ളേരെ ഒന്ന് പിടിച്ചിരിക്കുക, ലേലം ചെയ്ത് കൊടുക്കും, ആവശ്യക്കാരുണ്ട്. ബാക്കി ഭാഗം പറയാം, സമയമുണ്ടല്ലേ? നല്ല സ്നേഹം, കൊള്ളാം. 2 ദിവസം പരമാവധി പിഴിഞ്ഞിട്ട് തന്നെ വിടാം. ഏതായാലും കഴക്കൂട്ടത്തെ സെക്രട്ടറി വന്ന് ഇരിപ്പുണ്ട്, 5 ദിവസം അവർക്കും കൊടുക്കാം. ശരി, എല്ലാരും കൂടെ ആവട്ടെ. അള്ളാഹു ആരോഗ്യം നിലനിർത്തി തരട്ടെ. ഒരൊറ്റ ആഗ്രഹമുള്ളൂ സഹോദരങ്ങളെ, വെറുതെ എനിക്ക് പാട്ടുപാടി പറഞ്ഞു പോകാനാണ് എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇതുകൊണ്ടൊരു മാറ്റം ഉണ്ടാവും. ഇനി മാറ്റം ഉണ്ടായേ പറ്റൂ, അല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. 11 മാസം നീ തിന്നോ കുടിച്ചോ, 1 മാസം അള്ളാഹ്ക്ക് വേണ്ടി പകലില് നോമ്പനുഷ്ഠിക്കണം. അതുപോലെ പ്രശ്നമുണ്ടോ? എന്നിട്ട് നോമ്പനുഷ്ഠിക്കാത്തത് എന്താ? നമ്മൾ 11 മാസം ഗൾഫിൽ പോയി കിടന്നു, 1 മാസം ഭാര്യയുടെ അടുത്ത് വന്നു. ഭാര്യ എന്ത് പറയും? 11 മാസം കറങ്ങിയിട്ട് വന്നിരിക്കും. 11 മാസം നമ്മൾ വേറെ എവിടെയും പോയി താമസിച്ചു, 1 മാസം വാപ്പാടെ അടുത്ത് വന്ന് താമസിച്ചു. 11 മാസം കറങ്ങിയിട്ട് 1 മാസം ഒലത്താൻ. മനുഷ്യർക്ക് നിഷ്ഠവല്ല. അള്ളാഹ് പറഞ്ഞു 11 മാസം നീ രാത്രിയും പകലും തിന്നോ കുടിച്ചോ, 1 മാസം പകലിൽ സുബഹി മുതൽ മഗ്രിബ് വരെ എനിക്ക് വേണ്ടി ഒരു ഇച്ചിരി പട്ടിണി ഇരിക്കും. പട്ടിണിയൊന്നും നമ്മൾ ഇരിക്കാനുണ്ടോ? ഉണ്ടോ? ഉച്ചയ്ക്ക് തിന്നേണ്ടത് ഇറയത്താഴത്തിന് കൂട്ടി തിന്നും.
ഒരു നേരത്തെ ഭക്ഷണമല്ലേ ഉപേക്ഷിക്കുന്നുള്ളൂ. കാപ്പ് കുടിക്കണം എല്ലാം കൂടെ എന്ത് ചെയ്യും? റമളാനിൽ നമുക്ക് എന്തെങ്കിലും ഭക്ഷണത്തിന് കുറവുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കടയിൽ സാധനം മേടിക്കുന്നവരാണെങ്കിൽ റമളാനിലാണോ കടയിൽ പറ്റു കൂടുതൽ, അതല്ല റമളാൻ അല്ലാത്തപ്പോഴാണ്? നമ്മൾ സാധാരണ റമളാൻ ആയതുകൊണ്ട് ഭയങ്കര ചെലവാ. എന്താ അല്ലെ, ഭക്ഷണം കുറയ്ക്കുന്നൊന്നുമില്ല. നമ്മള് ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നുണ്ട്. 3 നേരം കഴിക്കുന്നവൻ രോഗി, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 1 നേരം കഴിക്കുന്നവൻ യോഗി. 3 നേരം കഴിക്കുന്നവൻ ഭോഗി ആർത്തിയുള്ളവൻ. 2 നേരം കഴിക്കുന്നവൻ രോഗി, 1 നേരം കഴിക്കുന്നവൻ യോഗി, യോഗമുള്ളവൻ. കുറെ നാളും കൂടെ ജീവിക്കാം. അമിതാഹാരമാണല്ലോ എല്ലാത്തിന്റെയും പ്രശ്നം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹിയുടെ അടുക്കൽ എത്യോപ്യയിലെ രാജാവ് ഒരു വൈദ്യനെ പറഞ്ഞു വിട്ടു. അയാൾ റസൂലുള്ളാഹിയുടെ നാട്ടിൽ വന്നിട്ട് 7 വർഷം താമസിച്ചു. ഒരു സഹാബിക്ക് പോലും ഒരു പനി പോലും പിടിച്ചില്ല. തിരിച്ചു പോകാൻ നേരം അദ്ദേഹം റസൂലുള്ളാഹിയോട് ചോദിച്ചു, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താ? 7 വർഷം ഞാനിവിടെ താമസിച്ചു, ഇതേവരെ നിങ്ങൾ ഒരാൾക്ക് പനി പോലും വന്നിട്ടില്ല, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒന്നുമില്ല, ഞങ്ങൾ ഒന്നടവിട്ട് നോമ്പ് പിടിക്കുന്നവരാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നോമ്പ് ശീലമാക്കൂ, ആരോഗ്യം സംരക്ഷിക്കുന്നു എന്നൊരു ബോർഡ് എഴുതി വെക്കണം ആരോഗ്യ കേരളത്തിന്റെ മുകളിൽ. നോമ്പ് ശീലമാക്കണം. അവര് നോമ്പ് പിടിച്ചു. ആ നോമ്പ് തന്നെ കാരക്കത്തിന് ഇടയത്താഴം കുടിച്ചു, കാരക്ക തിന്ന് നോമ്പ് മുറിച്ചു. ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാണ്, വിഷയത്തിൽ നിന്ന് മാറിപ്പോവല്ലേ. അപ്പൊ കാരക്ക 3 കാരക്കുന്ന റസൂലുള്ള ഇടയത്താഴം കഴിച്ചു, 3 കാരക്ക തിന്ന് റസൂലുള്ള നോമ്പ് മുറിച്ചു. അതാണ് അവരുടെ നോമ്പ്. നമ്മുടെ നോമ്പ് ഭക്ഷണത്തിൽ വലിയ മിതത്വമൊന്നുമില്ല. 3 കാരക്ക കഴിച്ചിട്ട് റസൂലുള്ള നോമ്പ് ഉറക്കുവാറ്. ഇടയത്താഴം 3 കാരക്ക, അത്രേ ഉള്ളൂ. പണ്ട് ഉസ്താദ് ബാബു പറഞ്ഞു, 3 കാരക്ക് തന്നിട്ടാണ് നബിയങ്ങൾ നോമ്പ് തുറന്നത്. അന്ന് ഉസ്താദിന് ഭക്ഷണം കൊടുക്കുന്ന വീട്ടിലെ താത്ത വാത് എന്നാ പിന്നെ റസൂലുള്ളാഹിയുടെ സുന്നത്ത് തടക്കണ ഉസ്താദ് അത് തന്നെ തിന്നാ മതി. അന്ന് താത്ത ഭക്ഷണം കൊടുത്ത് വിട്ടപ്പോ ആ പാത്രം, ഉസ്താദിന് ഭക്ഷണം കൊണ്ടുവന്ന പാത്രം കണ്ടിട്ടില്ലേ, ട്രെയിനിന് ഇത്രയും ബോഗി കാണൂല. അപ്പൊ ആ പാത്രം കൊണ്ടുവന്ന് വെച്ചു. പാത്രത്തിന്റെ ആദ്യത്തെ അക്ബറായ തട്ട് അള്ളാഹു അവർക്ക് സ്വർഗീയ ഭക്ഷണം പകരം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നാളെ മുതൽ മെച്ചപ്പെടും കേട്ടോ, ദുആചേട്ട്. അപ്പൊ ആദ്യത്തെ തട്ട് കാലി, 2ാമത്തെ തട്ടും കാലി, 3ാമത്തെ തട്ടും കാലി, 4ാമത്തെ തട്ടിൽ 3 കാരക്ക. ഉസ്താദിന് മനസ്സിലായി സംഭവം. പിറ്റേ ദിവസം പകലിന് കയറിയിട്ട് ഉസ്താദ് പറഞ്ഞു, സഹോദരിമാരെ, കാര്യങ്ങളൊന്നും നിങ്ങൾ കരുതിയതുപോലെയല്ല. റസൂലുള്ള അന്ന് 3 കാരക്ക തിന്നിട്ട് നോമ്പ് മുറിച്ചെങ്കിൽ അന്നത്തെ മക്കയിലെ കാരക്കയ്ക്ക് നമ്മുടെ ഇന്നത്തെ കൂടച്ചക്കയുടെ വലിപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ 11 മാസം നോമ്പ്. അള്ളാഹുവിന് 11 മാസം തിന്നോ കുടിച്ചോ. 1 മാസം നിങ്ങൾ എനിക്ക് വേണ്ടി നോമ്പനട്ടിക്കണേ, പകല് മാത്രം നിങ്ങൾ നോമ്പനട്ടിക്കണേ. ഇത് മനുഷ്യന്റെ മുമ്പിൽ തൃപ്തിയല്ല, പക്ഷെ അള്ളാഹ്ക്കിത് തൃപ്തിയാണ്. 3. 4ാമത്തെ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കണം. കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ 2.5% കൊടുക്കണം. ഉദാഹരണത്തിന് ഒരാളുടെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിൽ അയാൾ അതിൽ നിന്ന് എത്ര കൊടുക്കണം? 25 രൂപ. കണക്ക് പറഞ്ഞാൽ 1000 രൂപ ഒരാളുടെ കയ്യിലുണ്ട്. 1 വർഷമാകുമ്പോൾ ഈ 1000 രൂപ അവന്റെ കയ്യിൽ നിലനിൽക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് 2.5% 25 രൂപ ഒരു പാവപ്പെട്ടവന് കൊടുക്കണം. 975 രൂപയും നമുക്ക്. ഇത് നേരെ മറിച്ചിട്ട് വാപ്പാടെ അടുക്കലാണെങ്കിൽ 1000 രൂപ ഉണ്ട്, 25 രൂപ വാപ്പാക്ക്. വാപ്പിയൊക്കെ എനിക്കെന്ന് പറഞ്ഞാൽ വാപ്പയോ ഉമ്മയോ ഭാര്യയോ സമ്മതിക്കുവോ? അവർക്ക് തൃപ്തിയാകുമോ? തൃപ്തിയാണ്. 25 രൂപ എന്റെ മാർഗത്തിൽ ചെലവഴിക്ക്, 975 നീ എടുത്തോളി. 5 എന്തേ നമുക്ക് ചെയ്തുകൂടെ? ചെയ്യാം. ഏറ്റവും അവസാനം അല്ലാഹു പറഞ്ഞു, ആയുസ്സിൽ ഒരിക്കൽ നിന്റെ കയ്യിൽ എല്ലാം കഴിഞ്ഞിട്ട് ആരോഗ്യവും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മരിക്കുന്നതിന് മുമ്പ് ആയുസ്സിലൊരിക്കൽ കഅബയിൽ പോയി ഹജ്ജ് ചെയ്യണം. ഈ 5 കാര്യം ചെയ്താൽ അള്ളാഹ്ക്ക് നമ്മളോട് പൂർണ്ണ ഇഷ്ടമാണ്. ഈ 5 കാര്യം ചെയ്താൽ വീട്ടിൽ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ഇല്ല.
അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകത്ത് ആരെയും തൃപ്തിപ്പെടുത്താൻ എളുപ്പമല്ല, ഭാര്യയും മക്കളെയും തൃപ്തിപ്പെടുത്താൻ എളുപ്പമല്ല. പക്ഷെ അള്ളാഹനെ തൃപ്തിപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. 5 കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹ്ക്ക് നിന്നോട് ഇഷ്ടമാണെന്ന്, അള്ളാഹ്ക്ക് നിന്നോട് ഇഷ്ടമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണല്ലോ കൂട്ടുകാരനെ കാണാൻ ഒരുങ്ങി നിന്നത്, കൂട്ടുകാരനെ കാണാൻ ഒരുങ്ങി നിന്നത്. അള്ളാഹനെ തൃപ്തിപ്പെടുത്താൻ തയ്യാറാകണേ. ബുറാഖെന്ന വാഹനം വന്നു, അള്ളാഹുവിന്റെ കൂട്ടുകാരനെ അള്ളാഹു വിളിക്കുകയാണ്. ബുറാഖ് പാറി പറക്കുകയാണ്. 7 ആകാശവും കടന്ന്, ആലമുൽ ജബറൂത്തും കടന്ന്, ആലമുൽ മലക്കൂത്തും കടന്ന്, ആലമുൽ നാസൂത്തും കടന്ന്, അതാ 7 ആകാശങ്ങളിലെ മലക്കുകൾ കാവല് നിൽക്കുന്നു. ഓരോ പ്രവാചകന്മാരും വിളിക്കുന്ന നബിയെ കടന്നു വരിക. 2 പ്രേമബാധനങ്ങളുടെ കൂടി സങ്കല്പമാണിത്. ഓ നബിയെ കടന്നു വരിക, കടന്നു വരിക. ഓരോ പ്രവാചകന്മാര് സലാം ചൊല്ലി, ലക്ഷക്കണക്കിന് മലക്കുകൾ സ്വാഗതമോദി. അവസാനമതാ ഒരു ഭാഗമെത്തുമ്പോൾ ജിബ്രീൽ പറക്കുകയാണ്, ബുറാഖ് പറക്കുകയാണ്. വല്ലാഹു ആസിമു വജിബ്രീലു ഖാദിമു വസിദ്റത്തുൽ മുൻതഹാ മഖാമു വൽ മഖാമു മഹ്മൂദു. ബുറാഖ് പറക്കുകയാണ്, ജിബ്രീൽ ഡ്രൈവറാണ്, അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുകയാണ്. ഒരു സ്ഥലമെത്തുമ്പോൾ ജിബ്രീൽ പറയുന്നു, ഞാനിനി വരുന്നില്ല നബിയേ, ഞാനിനി വരുന്നില്ല നബിയേ. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖബ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ. ഇവിടെ വരെ പറയാനേ ജിബ്രീലിന് അനുവാദമുള്ളൂ. ഒന്നുകൂടി ചരിത്രം നിങ്ങൾ പല പ്രാവശ്യം കേട്ടതാണ്, ഒന്നുകൂടി തിരിച്ചു കേൾക്കുക. ജിബ്രീൽ ആരാണെന്നറിയുമോ? മുഖറബായ മലക്കാണ്. നമ്മൾ പറയാറുണ്ട് ജിബ്രീൽ മുഖറബായ മലക്കാണ്, അല്ലാഹുവോട് ഏറ്റവും അടുത്ത മലക്കാണ്. ആ മലക്കിന് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത സീമന്തരേഖയുണ്ട്. അവിടെ എത്തുമ്പോൾ മുഖറബ്, ഏറ്റവും അടുത്ത ആൾ, അല്ലാഹുവോട് ഏറ്റവും അടുത്തയാൾ പറഞ്ഞു, ഇതിന്റെ അപ്പുറത്തേക്ക് അനുമതിയില്ല. അല്ലാഹുവിന്റെ റസൂലേ കടന്നു പോവുക. മുഖറബായ മലക്കിന് കിടക്കാത്തടത്തോട്ട് മുഖറബായ മനുഷ്യൻ കിടക്കുകയാണ്. പ്രകാശത്താൽ സൃഷ്ടിച്ച മാലാഖയ്ക്ക് കിടക്കാൻ കഴിയാത്തടത്തേക്ക് മണ്ണുകൊണ്ട് പടച്ച മനുഷ്യൻ കടന്നുപോയ ചരിത്രമാണ് മേറാജ്. മേറാജ് മേറാജ് ആ മലക്കിന് പോലും പ്രവേശനാനുമതിയില്ല. നബിയെ കടന്നുപോയിക്കൊള്ളുക. ഏറ്റവും അടുപ്പമുള്ളവർക്ക് അങ്ങനെയാണല്ലോ, ആർക്കും കടക്കാത്തവർക്ക് അവർക്ക് കിടക്കാമല്ലോ. അള്ളാന്റെ റസൂലെത്തി, അള്ളാന്റെ തൊട്ടുമുമ്പിലെത്തി. കൂട്ടുകാരനും കാണുകയാണ്. കണ്ടപ്പോൾ എത്രയോ നാളുകളായി കാണാതിരുന്ന് കണ്ടപ്പോ ആദ്യമായിട്ട് കാണുകയല്ലേ. ഏത് കൂട്ടുകാരനെ കാണാൻ പോയാലും നമ്മുടെ കയ്യിൽ ഒരു പൊതിയുണ്ടാകുമല്ലോ. അള്ളാന്റെ റസൂൽ തന്റെ കൂട്ടുകാരന്റെ മുമ്പിൽ വെച്ചതെന്താ? അത്തഹിയാത്ത് മുബാറകാത്ത് സലവാത്ത് തയ്യിബാത്തു ലില്ലാഹ്. സർവ്വ തിരുമുൽക്കാഴ്ചയും അല്ലാഹുവേ നിനക്കാണ്. കൂട്ടുകാരന്റെ മുമ്പിൽ തിരുമുൽക്കാഴ്ച അർപ്പിക്കുമ്പോ അല്ലാഹു തിരിച്ചു മറുപടി പറഞ്ഞു, നബിയേ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു റഹ്മത്തുള്ളാഹി വബറകാതു. 2 കൂട്ടുകാർ കൂടി ചേർന്ന കൂടിക്കാഴ്ചയാണ് ഇന്ന് നിസ്കാരത്തിൽ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, അവസാനം അല്ലാഹുവും പ്രവാചകനും പ്രേമപാതനങ്ങൾ തമ്മിൽ കണ്ടു. അവസാനം തിരിച്ചു വരാൻ നേരത്ത് അല്ല പറഞ്ഞു, കൂട്ടുകാരാ വെറുതെ പോകണ്ട, കയ്യിലൊരു സമ്മാനം വെച്ചോ. കൂട്ടുകാര് തമ്മിൽ കൂടിച്ചേർന്നപ്പോ അവിടെ വെച്ച് കൊടുത്തു വിട്ട സമ്മാന പൊതിയാണ് 5 വഖത്ത് നിസ്കാരമെന്ന് ലോകത്തിന്റെ തിരുദൂതരെ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മിഅ്റാജ് കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ തിരിച്ചു വന്നു. പിന്നീട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വലിയ ആഗ്രഹമല്ലേ, ഒന്നുകൂടി കാണണം. ഒന്ന് കണ്ടാ പിന്നെ വലിയ ആഗ്രഹം, പിന്നെ കാണണം. അത് ദുനിയാവിലുള്ള സ്വഭാവം. നമുക്കൊന്ന് മിന്നായം പോലെ കണ്ടു. ഇപ്പൊ മിഅ്റാജിന് പോയിട്ട് ഒത്തിരി നേരം അവിടെ നിൽക്കാൻ പറ്റുമോ? പോണ വഴിക്ക് മിന്നായം പോലെ ഒന്ന് കണ്ടു. ഒന്ന് കാണാതിരുന്നാ കുഴപ്പമില്ല, ഒന്ന് അറിയാതെ ഒന്ന് പെട്ടെന്ന് കണ്ടു. പക്ഷെ ഒത്തിരി നേരം നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ മനസ്സിലൊരു വലിയ ആഗ്രഹമാണ്. ഇതാണ് അള്ളാഹനെ കൂട്ടുകാരനാക്കണോന്ന് പറഞ്ഞ ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇതൊന്നും അല്ല, സഹാബാക്കൾ അള്ളാഹുവായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ട്.
പ്രവാചകന്മാര് കൂട്ടുകൂടിയതുണ്ട്, ഉലമാക്കള് കൂട്ടുകൂടിയതുണ്ട്, ശുഹദാക്കള് കൂട്ടുകൂടിയതുണ്ട്. ഞാൻ ഇതൊന്നും പറയാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉള്ളിൽ മാത്രം നിർത്തുകയാണ്. ഇത് മാത്രം പറഞ്ഞ് നമ്മുടെ 4 ദിവസം കഴിയും. ഖുർആനാണ് ഞാൻ ഇത്തരം പറയുന്നത്. ഞാൻ ഇതല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല, ഖുർആൻ മാത്രം. അങ്ങനെയല്ലേ, നമുക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നും. അങ്ങനെയല്ലേ? അല്ലെ, ഒന്നും മിന്നായം പോലെ കണ്ടു, പിന്നെ എന്ത് ചെയ്യണം? എപ്പോഴും കാണണം. അള്ളാന്റെ റസൂല് തിരിച്ചു വന്നു, അള്ളാനെ ഒന്ന് കണ്ടു, പിന്നെ റസൂലുള്ളാഹിയുടെ മനസ്സിൽ ഒരൊറ്റ ആഗ്രഹമുള്ളൂ, എന്താ? തന്റെ കൂട്ടുകാരനെ ഇനിയും കാണണം. അള്ളാഹു നമുക്ക് ആ സൗഭാഗ്യം നൽകട്ടെ. റസൂലുള്ളാഹിയുടെ പിന്നെയുള്ള ചിന്ത മുഴുവനും ഒരിക്കൽ കൂടി തന്റെ കൂട്ടുകാരന്റെ അടുക്കിലേക്ക് തിരിച്ചു പോകുന്ന ചിന്തയായിരുന്നു. വീണ്ടും കാണണമെന്ന ചിന്ത. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി ഈ കൂട്ടുകെട്ടിന്റെ സമാപനം ഇങ്ങനെ നമുക്ക് വായിക്കാം. മരിക്കുന്ന സമയത്തും ഒരു കൂട്ടുകാരൻ എന്റെ കൂട്ടുകാരനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ സ്നേഹബന്ധം എത്ര വലിയ ബന്ധമാണ്. പിണങ്ങിയും ഒക്കെ കഴിഞ്ഞ റസൂലുള്ളാഹിയും അള്ളാഹുവും. അവസാനം റസൂലുള്ളാഹിക്ക് പനി വന്നു. ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. റസൂലുള്ളാഹിയുടെ കൈ മുഴുവനും കുഴഞ്ഞു. ആ സമയത്താണ് വരുന്നത്, വാതിലൊരു മുട്ട് കേൾക്കുന്നു. മംബിൽ ബാബിയ ഫാത്തിമ. നമുക്കെല്ലാവർക്കും അറിയാം, ഫാത്തിമ വാതിൽ തുറക്കാരാന്ന് നോക്ക്. അവിടെ ചെന്നപ്പോൾ വാതിൽ തുറന്നപ്പോൾ ഞാൻ അസ്രായിലാണ്. അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. നബിയെ, അങ്ങയുടെ റൂഹ് പിടിക്കാൻ വേണ്ടി അള്ളാഹ് എന്നെ പറഞ്ഞു വിട്ടതാണ്, അങ്ങേക്ക് സമ്മതമാണോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം. അസ്രായിൽ തിരിച്ചുപോയി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ജിബ്രീലെ, ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ എന്റെ നെടല് പോലെ കടന്നു വന്ന ജിബ്രീലെ, ഞാൻ മരിച്ചാൽ, ഈ ലോകത്ത് നിന്ന് ഞാൻ വിട പറഞ്ഞാൽ എന്റെ സമൂഹത്തിന്റെ കാര്യം അത് അള്ളാഹു ഏറ്റെടുത്തോളൂ, നബിയെ പേടിക്കണ്ട. എന്നാൽ അസ്രായിലിനോട് വരാൻ പറയ്, എനിക്ക് എന്റെ കൂട്ടുകാരനെ കാണാൻ. അസ്രായിൽ വന്നു. അള്ളാന്റെ റസൂല് ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കുക. റസൂലുള്ളാഹിയുടെ പെരുവരളിൽ അസ്രായിൽ റൂഹ് പിടിക്കാൻ തുടങ്ങി. റൂഹ് പിടിച്ച് അള്ളാന്റെ റസൂലിന്റെ തൊണ്ടക്കുഴിയിലെത്തി. പ്രവാചകന് മരണവേദന സഹിക്കാൻ കഴിഞ്ഞില്ല, പെടഞ്ഞുപോയി റസൂലുള്ളാഹ്. തൊട്ടടുത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കണ്ണീരോടെ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫാത്തിമ, അലാ ഇന്നലിൽ മൗതി ലസകറാത്ത്. മരണത്തിന്റെ വേദന വല്ലാത്ത വേദനയാണ് ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലിന്റെ നിലവിളി കേൾക്കുമ്പോ പിതാവ് മരിക്കാൻ പോവുകയാണ്. തൊട്ടടുത്തിരുന്ന് പൊന്നുമോള് പൊട്ടിക്കരയാൻ തുടങ്ങി. യാ ബതാ വാ കർബാബാ യാ മൻ നജാബ റബ്ബന ദാ إلى جبريل ننعى يا من جنة الفردوس مأوى. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുമ്പോ പിതാവിന്റെ മരണ ദുഃഖത്തിന്റെ നടുവിൽ മകളിരുന്ന് വിലപിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ, എന്റെ പ്രിയപ്പെട്ട പിതാവേ, അങ്ങ് അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകുന്ന നബിയേ. ഫാത്തിമ ബീവിയുടെ നിലവിളി കേട്ടിട്ട് ഭാര്യമാര് പൊട്ടിക്കരയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ടു ചലിക്കുകയാണ്. ശബ്ദം വെളിയിലോട്ട് വരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറയുന്നതെന്നറിയാൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചുണ്ടിലേക്ക് ചെവി സൂക്ഷിച്ചു വെക്കുമ്പോ ഓ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതെന്താ? ഈ കൂട്ടുകെട്ട് ബന്ധിന്റെ സമാപനം പോലെ അർറഫീഖിൽ അലാ അർറഫീഖിൽ അലാ അർറഫീഖിൽ അലാ. എന്റെ കൂട്ടുകാരൻ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തിന്റെ സമയത്ത് പറഞ്ഞ വാക്കല്ല ചെറുപ്പക്കാരാ. എന്തായി പറയുന്നത്? ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലും അല്ലാഹു തമ്മിലുള്ള കൂട്ടെന്ന് പറഞ്ഞാൽ, റഫീഖ് എന്ന് പറഞ്ഞാൽ അർത്ഥം കൂട്ടുകാരനെന്നല്ലേ. മരണത്തിന്റെ മടിത്തട്ടിലേക്ക് മയങ്ങി വീടുമ്പോ ആയിഷ ബീവിയുടെ മടിയിൽ തല വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കെന്താ? അർറഫീഖിൽ അലാ അർറഫീഖിൽ അലാ. എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ റഫീഖിൽ അലാ എന്ന് പറഞ്ഞാൽ എന്റെ ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്നത് പോലെ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ ഞാനിതാ വരുന്നു തന്റെ കൂട്ടുകാരനെ കാണാൻ, താൻ സ്നേഹിച്ച തന്റെ അല്ലാഹനെ കാണാൻ
അല്ലാഹുവിന്റെ കായിലോട്ട് കടന്നു പോകാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദര, പ്രേമബന്ധത്തിന്റെ അവസാന വാക്ക് പോലെ അല്ലാഹുവിന്റെ റസൂല് കണ്ണടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഇവിടെ വെച്ച് ഞാൻ പറയുകയാണ്, കോളേജിന്റെ ക്യാമ്പസിന്റെ വാഗമരത്തിന്റെ പുറകില് പൂത്തുലയുന്ന പ്രേമബന്ധമല്ല, പാതിരാ സമയത്ത് ബാർ ഹോട്ടൽ ഉണ്ടാകുന്ന സ്നേഹബന്ധമല്ല, ആണും പെണ്ണും തമ്മിൽ മൊബൈൽ ഫോണിലൂടെ ഉണ്ടാകുന്ന പ്രേമബന്ധമല്ല. നമുക്കും ഒരു കൂട്ടുകാരുണ്ടാവണം. ആ കൂട്ടുകാരായിരിക്കണം ആഖിറത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന, എപ്പോഴും നമുക്ക് ആഖിറത്തിന് വേണ്ടി മാത്രമുണ്ടാകുന്ന കൂട്ടുകെട്ടുണ്ടാവണം. ഇത്രയും ഞാൻ പറയുമ്പോൾ ഞാൻ സമാപിപ്പിക്കുകയാണ്. ഒരൊറ്റ വാക്കുകൂടി നിങ്ങളോട് വസിയത്തായിട്ട് പറയട്ടെ. ഇതേവരെ കേട്ട ചെറുപ്പക്കാർക്ക്, ചെറുപ്പക്കാരികൾക്ക് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല ഈ പ്രേമബന്ധത്തെ കുറിച്ച് പറഞ്ഞാൽ. കാരണം നമുക്ക് ഇതേവരെ അറിയാവുന്ന പ്രേമബന്ധം എന്താ? കാമ്പസിന്റെ മുമ്പിലുള്ള വാഗമരത്തിന്റെ ചുവട്ടില് പെൺകുട്ടിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്ന ഏതെങ്കിലും പ്രേമബന്ധമല്ലാതെ നമുക്കെല്ലാവർക്കും അറിയുമോ? അതിനേക്കാൾ നമുക്കെല്ലാവർക്കും അറിയുമോ? പക്ഷേ സഹോദരങ്ങളെ, ആണും പെണ്ണും ചേർന്നാൽ അത് വെറുതെ ലൈംഗികതയുടെ ഭാവമാക്കി മാറ്റുന്ന, അത് കിടപ്പുറം കിടാനുള്ള മലീമസമായ ബന്ധമാക്കി മാറ്റുന്ന, ഒരാണും ഒരു പെണ്ണും തമ്മിൽ മിണ്ടിപ്പോയാൽ, അങ്ങനെ ഒരു ബന്ധമുണ്ടായാൽ അത് ലൈംഗികതയുടെ ഭാവമായി മാറുന്നത് നമുക്കാണെങ്കിൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ ഒരാണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തെ പറഞ്ഞു തരട്ടെ. അവര് മിസ് കോളിലൂടെ പരിചയപ്പെട്ടവരല്ല. ഓ ചെറുപ്പക്കാരാ, ആഖിറത്തിന് വേണ്ടി ചിന്തിച്ചപ്പോ, മരണത്തെ കുറിച്ച് ചിന്തിച്ചപ്പോ, കൂട്ടുകാരെ തെരഞ്ഞെടുത്തപ്പോ ലോക പ്രശസ്തനായ ഒരു പുരുഷനാണ്, അതിനേക്കാൾ പ്രശസ്തിയായ ഒരു പെണ്ണുമാണ്. അവര് തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം ലൈംഗികതയുടെ ബന്ധമല്ല, ആ ബന്ധം വികാരത്തിന്റെ ബന്ധമല്ല. ഓ പുരുഷനാരെന്നറിയുമോ? ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി തആല അലൈഹി നിങ്ങൾക്കറിയുമോ? ആരാ ഇമാം ശാഫി എന്ന് നിങ്ങൾക്കറിയുമോ? ഒരു മസല കണ്ടുപിടിക്കാൻ വേണ്ടി 300 പ്രാവശ്യം ഖുർആൻ ആവർത്തിച്ച് പാരായണം ചെയ്ത, ഒരൊറ്റ മസല കണ്ടുപിടിക്കാൻ 300 പ്രാവശ്യം അല്ലാഹുവിന്റെ ഖുർആൻ ആവർത്തിച്ച് പാരായണം ചെയ്ത, 7ാമത്തെ വയസ്സിൽ വ്യാഖ്യാന സഹിതം ഖുർആൻ മനഃപ്പാഠമാക്കിയ, 10ാമത്തെ വയസ്സിൽ ആയിരക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയ, 15ാമത്തെ വയസ്സിൽ നാട്ടിലെ ഖാദിയായിട്ട് അവരോധിപ്പിക്കപ്പെട്ട നാഫിനെ പോലെ, വക്കീലിനെ പോലെയുള്ള ലോക പ്രശസ്ത പണ്ഡിതന്മാരിരിക്കുമ്പോ 15ാമത്തെ വയസ്സിൽ ഒരു നാടിന്റെ ഖാദിയായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഒരു മസല കണ്ടുപിടിക്കാൻ 300 പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്ത ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ. ഓ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് ഒരു കൂട്ടുണ്ടായിരുന്നു. ഓ കൂട്ടാരാന്നറിയുമോ? ഞാൻ പറയുന്ന വാക്കുകൾ അതേ അർത്ഥത്തിലൂടെ നിങ്ങൾ കണ്ടെടുക്കണേ. അതൊരു പെണ്ണായിരുന്ന മറ്റാരുമല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പള്ളിച്ച് വിട്ടുകര പള്ളിയിൽ വഴുതുകാരെത്തിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇമാം ശാഫിയുടെ കൂട്ടുകാരി ആരെന്നറിയുമോ? ഇമാം ശാഫിയുടെ കൂട്ടുകാരി ആരാ? ബഹുമാനപ്പെട്ട ബീവി നഫീസത്തുൽ മിസ്രിയ. ബഹുമാനപ്പെട്ട ബീവി നഫീസത്തുൽ മിസ്രിയ. ഇന്ന് നമ്മൾ മുസ്ലിം ലോകം അറിഞ്ഞും അറിയാതെ പാടിപ്പുകത്താറില്ലേ? ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ വില്ലി നഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ വില്ലി നഫീസത്ത് മാല ഞാൻ പകർന്നിടുന്നേ. ബഹുമാനപ്പെട്ട ബീവി നഫീസത്തുൽ മിസ്രിയ, ഇവരെ തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. എന്ത് ബന്ധമാ? ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് എങ്ങാനും ഒരു തലവേദന വന്നാൽ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയും, നഫീസത്തുൽ മിസ്രിയാന്റെ അടുക്കലേക്ക് ആളെ പറഞ്ഞു വിടും. ഇമാം ശാഫിഈയുടെ തലവേദന മാറാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന് ഇമാമുന ശാഫിഈ പോലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതാരാ? പെങ്ങളെ, കടൽ കടന്നു വരുന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിക്കാനും ഭാര്യപ്പുണരാനുമുള്ള ശപിക്കപ്പെട്ട ജന്മമായി മാറല്ലേ. ലോക പ്രശസ്ത പണ്ഡിതനൊരു തലവേദന വന്നാൽ ദുആ ചെയ്തു മാറ്റുന്നതാരാ? നിന്നെ പോലെ മച്ചയുള്ള മാംസമുള്ള വികാരമുള്ള വിചാരമുള്ള ഒരു പെണ്ണാണ് നഫീസത്തുൽ മിസ്രിയ. അവര് ദുആ ചെയ്താൽ ഇമാം ശാഫിഈയുടെ തലവേദന മാറും. അവര് തമ്മിലുള്ള ബന്ധത്തിന്റെ സമാപനം എന്താണെന്നറിയുമോ? കൂട്ടുകെട്ട് പറയുമ്പോ, കൂട്ടുകാര് പറയുമ്പോ അവര് തമ്മിലുള്ള ബന്ധം
ബന്ധത്തിന്റെ പരിസമാപ്തി എന്താ? ഇമാം ശാഫി റഹിമഹുല്ലാഹ് രോഗം വന്നിട്ട് മരണശയ്യയിൽ കിടക്കുകയാണ്. ആ സമയത്ത് നബീസത്തുൽ മിസ്രിയാനോട് പറയുകയാ, നബീസ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. ആളെ പറഞ്ഞു വിട്ടു നബീസത്തുൽ മിസ്രിയാന്റെ അടുക്കൽ. നബീസത്തുൽ മിസ്രിയ പറഞ്ഞു, രോഗം മാറാൻ ശിഫ ചെയ്യലല്ല. നമ്മൾ കേട്ടിട്ടില്ലേ, എന്ന് ബീഗുണത്തിനോടും തേട്ടമിൽ പകർത്തേ അഹദവല്ലി കാനവർക്ക് നൽകിടത്തൂരത്തേ. എന്ന് ബീഗുണത്തിനോടും തേട്ടമിൽ പകർത്തേ അഹദവല്ലി കാവർക്ക് നൽകിടാൻ ദുഴത്തേ. ഇമാം ശാഫിക്ക് രോഗം ശിഫമാവുകയില്ല, അല്ലാഹുവിന്റെ കാണാൻ പോവുകയാ. ഇമാം ശാഫി റഹിമഹുല്ലാഹ് ഇനി അല്ലാഹുവിന്റെ ലിഖാണ് കാണുന്നതെന്ന് നബീസത്തുൽ മിസ്രിയ പറയേണ്ട സമയം ആളുകൾ പോയിട്ട് ഇമാം ശാഫിയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് മഹദി അവറുകൾ പറഞ്ഞിരിക്കുകയാ. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫി റഹിമഹുല്ലാഹ് മരണാസന്നനായി കിടക്കുമ്പോ ഇമാം ശാഫി റഹിമഹുല്ലാഹ് പറഞ്ഞതെന്താ, ഞാനെങ്ങാനും മരിച്ചുപോയാൽ എന്നവർക്ക് ബീവിയാളെ കൊണ്ടുടനെ മൈത്തേ യൗമമാൽ തൊഴുതിടുക വേണമെന്ന് വസീയത്തേ. നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ടൊക്കെ പാടി പറഞ്ഞിരുന്നതാണ്. ഇതിൽ വലിയ ഗുണപാഠമുണ്ട്. ഇമാമുന ശാഫി മരണാസന്നനായി കിടക്കുമ്പോ നിങ്ങൾ ഇമാം ശാഫി പറയുകയാണ്, ഞാൻ മരിച്ചാൽ എന്നെ മയ്യത്ത് കൊണ്ടുപോയി നബീസത്തുൽ മിസ്രിയാന്റെ മുമ്പിൽ വെക്കണം. എന്നിട്ട് എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ, നബീസത്തുൽ മിസ്രിയാനോട് പറയണമെന്ന്. ആരാ സഹോദരിമാരെ ഒന്ന് ചിന്തിക്കുക. ലോക പ്രശസ്ത പണ്ഡിതൻ എന്റെയും നിങ്ങളുടെയും മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫി വഫാത്താകുമ്പോ ആരോടാ? ഒരു പുരുഷനോടല്ല, ഒരു പെണ്ണിനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചാൽ നബീസത്തുൽ മിസ്രിയാനോട് എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പറയണമെന്ന് പറയുമ്പോ ഊട്ടബീമോമതായി തങ്ങളിൽ സലാത്തെ ഒരുമയിൽ കഴിഞ്ഞു ദുആ നേസമിൽ കഴിത്തേ. ഊട്ടബീമോമതായി തങ്ങളിൽ സലാത്തെ ഒരുമയിൽ കഴിഞ്ഞു ദുആ നേസമിൽ കഴിത്തേ. ഇമാം ശാഫി റഹിമഹുല്ലാഹുടെ മയ്യത്ത് കൊണ്ടുപോയി നബീസത്തുൽ മിസ്രിയാന്റെ മുമ്പിൽ വെച്ചപ്പോ മഹദി അവരുകൾ മഅ്മൂമത്തായിട്ട് നിന്ന് നിസ്കരിച്ച് ഇമാം ശാഫി റഹിമഹുല്ലാഹുക്ക് വേണ്ടി ദുആ കൊണ്ട് ചെയ്തെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം ലൈംഗികതയുടെ ബന്ധമാക്കി മാറ്റുന്ന, അരുതായ്മയുടെ ബന്ധമാക്കി മാറ്റുമ്പോ ഈ കൂട്ടുകെട്ട് നിങ്ങൾക്കറിയുമോ? മയ്യത്ത് നിസ്കരിക്കാൻ പുറകിൽ നിന്ന, മയ്യത്ത് നിസ്കരിക്കാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ കൂടെ എത്തുന്ന, മരിക്കുന്ന സമയത്ത് പുറകിൽ കൈകെട്ടി നിന്നിട്ട് അല്ലാഹുവിന്റെ കൂട്ടുകാരനാണ് ഈ കിടക്കുന്നതെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി കരളുരുകി ദുആ ചെയ്യാൻ ഒരു കൂട്ടുകാരനെ സമ്പാദിച്ചിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. അതിലേറ്റവും വലിയ കൂട്ടുകാരൻ അല്ലാഹുവാകട്ടെ, ഏറ്റവും വലിയ കൂട്ടുകാരൻ അല്ലാഹുവാകട്ടെ. ആ രീതിയിൽ ജീവിക്കാൻ കഴിയട്ടെ. അതിനെന്ത് ചെയ്യണം? അല്ലാഹുമായിട്ട് കൂട്ടുകൂടണോ, അല്ലാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കണോ. ഏറെ പറയാൻ എനിക്ക് സമയമില്ലെങ്കിലും ഞാൻ പറയുകയാ, ഏത് സമയത്തും അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് ജീവിതത്തിൽ ചെയ്യരുത് മക്കള്. അല്ലാഹ്ക്ക് കോപം വരുന്ന, അല്ലാഹു ബന്ധം മുറിച്ചു കൽകുന്ന, വയറ്റിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി കല്ല് കിടന്നാൽ അല്ലാഹ്ക്ക് ഇഷ്ടമുണ്ടാകുമോ? പട്ടച്ചാരായം കുടിച്ചാൽ റബ്ബുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുമോ? ചീട്ടുകളിൽ കളത്തിൽ പോയിരുന്നാൽ റബ്ബിനിട്ടുണ്ടാകുമോ? പെങ്ങളെ തലമറക്കാറ് നടന്നാൽ റബ്ബിനിട്ടുണ്ടാകുമോ? പെങ്ങളെ ഏശന് പറഞ്ഞാൽ റബ്ബിനിട്ടാകുമോ? ഭർത്താവിനോട് കയർത്ത് സംസാരിച്ചാൽ റബ്ബിനിട്ടമാകുമോ? മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞാൽ റബ്ബിനിട്ടമാകുമോ? വ്യഭിചാരത്തിന് മുതിർന്നു പോയാൽ റബ്ബിനിട്ടമാകുമോ? പാവപ്പെട്ട ഭർത്താവ് മണലാരണ്യത്തിൽ കെട്ടപ്പെടുമ്പോ അവൻ അമാനത്തായിട്ട്
ഏൽപ്പിച്ചിട്ട് പോയ കിടപ്പറയിലേക്ക് മൊബൈൽ ഫോണിലൂടെ പരിചയിച്ച രഹസ്യകാമുകന് പാതിരാത്രിയിൽ വാതിൽ തുറന്നു കൊടുത്ത റബ്ബിനിഷ്ടമാകുമോ, റബ്ബിനിഷ്ടമാകുമോ, റബ്ബിനിഷ്ടമാകുമോ? അതുകൊണ്ട് വേണ്ട, റബ്ബിനിഷ്ടമില്ലാത്ത കല്ല് നമുക്ക് വേണ്ട, റബ്ബിനിഷ്ടമില്ലാത്ത പലിശ നമുക്ക് വേണ്ട, അള്ളാഹു കൂട്ടുകെട്ടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ഈ വൈകിയ വേളയിലും ഞാൻ നിങ്ങളോട് പറയുകയാ, ഈ കൂട്ടുകാരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ വിട പറഞ്ഞു പോകുന്നവരല്ലേ, നിസ്സാര കാര്യത്തിൽ പിടങ്ങുന്നവരല്ലേ, ആപത്ത് വന്നാൽ ഓടി ഒളിക്കുന്നവരല്ലേ, ആപത്തിലും സമ്പത്തിലും വ്യതയിലും ശ്രദ്ധയിലും വൈതരണികളും വൈക്ലബ്യങ്ങളിലും നമ്മുടെ കൂടെ വരുന്ന റബ്ബ് വേണ്ടേ? അതുകൊണ്ട് ജീവിതത്തിലുടനീളം അല്ലാഹനെ സൂക്ഷിക്കണം, അല്ലാഹനെ പേടിച്ച് ജീവിക്കണേ. ഞാൻ നിങ്ങളോടൊരു വസിയത്തായിട്ട് പറയുകയാ, ഒന്നാമത്തെ കൂട്ടുകാരൻ റബ്ബായാൽ അതിന് നൽകുന്ന പ്രതിഫലം എന്താ? ആ പ്രതിഫലം കൂടി പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. ആ പ്രതിഫലം കൂടി പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. എന്റെ സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിന്റെ അവസാനം വരെ എന്റെ ചെറുപ്പക്കാരോട്, എന്റെ സഹോദരിമാരോട് ഞാൻ പറയുന്നു, മരിക്കുന്നത് വരെ അല്ലാഹനെ കുറിച്ചുള്ള ബോധമുണ്ടാകണം, ബോധമുണ്ടാകണം. ഈ ലോകത്ത് നിന്ന് നീ വിട പറയുകയില്ലേ? പൊട്ടാ നീ ഒരു തുള്ളി പിഞ്ചോര കട്ട, പിന്നീന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട, റൂഹെന്ന് വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട, പറനിന്റുടൽക്കെന്ത് ബഹുമാനം പൊട്ട, റൂഹെന്ന് വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട, പറനിന്റുടൽക്കെന്ത് ബഹുമാനം പൊട്ട. മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാ, എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോ അല്ലാഹ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, റബ്ബ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ. ഒരു ചെറുപ്പക്കാരൻ മരുഭൂമിയിലൂടെ കടന്നു പോവുകയാ, അല്ലാഹനെ പേടിയുള്ള ചെറുപ്പക്കാരൻ മരുഭൂമിയിലൂടെ കടന്നു പോവുകയാ. പരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമി, ആ നാട്ടിലെ വഴിപടച്ച വ്യഭിചാരിയായ പെണ്ണ് ആ ചെറുപ്പക്കാരനെ വഴിതെറ്റിക്കാൻ പുറകെ കൂടുകയാണ്. ആ പെണ്ണ് വിളിക്കുന്ന ചെറുപ്പക്കാരാ, അയ്യുഹൽ ഫത്താ, അയ്യുഹൽ ഫത്താ, അയ്യുഹൽ ഫത്താ, ഏ യുവാവേ കടന്നു വരുമോ, എന്റെ കടപ്പുറയിലോട്ട് കടന്നു വരുമോ? ആ യുവാവിന്റെ സൗന്ദര്യം കണ്ടപ്പോ അഭിസാരികയായ പെണ്ണ് വിളിക്കുകയാണ്, മരുഭൂമിയുടെ എന്റെ മൺകുടിലിൽ എന്നോടൊത്തൊന്ന് ചെയ്യിക്കുമോ? അല്ലാഹനെ പേടിയുള്ള തഖ്വയുള്ള ചെറുപ്പക്കാരൻ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുമ്പോ അവസാനം ഈ ചെറുപ്പക്കാരൻ തനിക്ക് വഴിപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോ ആ പെണ്ണ് അവസാനം ചോദിച്ചു, അത്ര ചെറുപ്പക്കാരാ, ഹൽ തുഹ്സിനു ശിഅറാ, ഹൽ തുഹ്സിനു ശിഅറാ, എനിക്ക് വേണ്ടി നീ ഒരു പാട്ട് പാടുമോ? എനിക്ക് വേണ്ടി നീ ഒരു പാട്ട് പാടുമോ? ഇത് കേട്ട ഉടനെ സാലികത്തായ ഒരു ചെറുപ്പക്കാരൻ തിരിഞ്ഞു നിന്നു, പെണ്ണെ ഞാൻ നിനക്ക് വേണ്ടി 2 വരി പാട്ട് പാടിത്തരാം, എനിക്ക് പാട്ടറിയാം, ഞാൻ പാടിത്തരാം. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളോട് സമർപ്പിക്കുകയാ. ആ ചെറുപ്പക്കാരൻ പറയുന്ന, പെണ്ണെ അല്ല അല്ലാ തബ് തഗീഫീമാ ലദൈനാ വലാ തബ്ഗിൽ ഫുജൂറ ഇലൽ മമാതി, അല്ലാ അല്ലാ തബ് തഗീഫീമാ ലദൈനാ വലാ തബ്ഗിൽ ഫുജൂറ ഇലൽ മമാതി. ഏ പെണ്ണെ, നീ നിന്റെ സൗന്ദര്യം കൊണ്ട് ധാരാളം പുരുഷന്മാരെ നീ വഴിതെറ്റിച്ചിട്ടുണ്ടാവാം, പക്ഷേ വലാ തബ്ഗിൽ ഫുജൂറ ഇലൽ മമാതി, മരിക്കുന്നത് വരെ ചെറുപ്പെണ്ണെ എന്നെ വഴിതെറ്റിക്കാൻ നിനക്ക് കഴിയില്ല, മരിക്കുന്നത് വരെ നിന്റെ മുമ്പിൽ ഞാൻ വീഴുകയില്ല പെണ്ണെ. കാരണം എന്തെന്നറിയുമോ? ഞാൻ നിന്റെ മുമ്പിൽ വീഴാത്തതിന്റെ കാരണം എന്താ? ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഫഇന്നല്ലാഹ യുബ്സിറു ഫൗക അർശി വയഗ്ലബുൽ ഫഅലിൽ മുബിഖാതി, ഫഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല യുബ്സിറു ഫൗക അർശി, അവൻ അർശിന്റെ മുകളിൽ നിന്ന് നോക്കുകയല്ലേ, എന്നെയും നിന്നെയും അർശിന്റെ മുകളിൽ ഇരിക്കുന്ന റബ്ബ് കാണുകയല്ലേ. വയഗ്ലബുൽ ഫഅലിൽ മുബിഖാതി, അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് ചെയ്യുന്നവനോട് അവന് വല്ലാത്ത കോപമല്ലേ, വല്ലാത്ത കോപമല്ലേ. കോപിച്ചാൽ പിന്നെ റബ്ബ് സ്നേഹിക്കുമോ? അവൻ
ഇഷ്ടപ്പെടാത്തത് ചെയ്താൽ അല്ലാഹുക്ക് വല്ലാത്ത കോപമല്ലേ? അതുകൊണ്ട് പെണ്ണെ വലൗതാന സീറു ഇലൽ ഫലാത്തി വലാ തദ്ൽ ഫുജൂറ ഇലൽ മമാതി. ഈ മരുഭൂമിയിലൂടെ എത്ര കാലം എന്റെ പുറകെ നീ നടന്നാലും അല്ലാഹുക്ക് ഇഷ്ടപ്പെടാത്തത് ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ പോലെ അല്ലാഹുക്ക് ഇഷ്ടപ്പെടാത്തത് ചെയ്യരുത്. അവരുമായിട്ടൊരു സ്നേഹബന്ധം സ്ഥാപിക്കണേ. എന്നാൽ അല്ലാഹു നാളെ നമുക്കൊരു പ്രതിഫലം നൽകും. അല്ലാഹു നമുക്കൊരു പ്രതിഫലം നൽകും. ഫഇന്നല്ലാഹു യുബ്സിറു ഫൗക അർശി. അർശിലിരിക്കുന്ന തമ്പുരാൻ കാണുന്നുണ്ട്. അർശിലിരിക്കുന്ന തമ്പുരാൻ കാണുന്നുണ്ട്. ആ ഒരു ബോധത്തോടെ ജീവിച്ചാൽ നാളെ അല്ലാഹു നമുക്കൊരു പ്രതിഫലം നൽകും. എന്താ പ്രതിഫലം? എന്താ പ്രതിഫലം? അല്ലാഹനെ സ്നേഹിക്കുക. അല്ലാഹനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇതേവരെ കാണാത്ത ഒരാളെ സ്നേഹിക്കണം. കാണാത്ത എന്താ? ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. അത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് നമുക്ക് എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം. ഇരിക്കൂലോ? 15 മിനിറ്റ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അല്ലാഹനെ ഇങ്ങനെ സ്നേഹിച്ചാൽ, ഇതേവരെ കാണാത്ത റബ്ബിനെ സ്നേഹിച്ചാൽ, കാണാത്ത റബ്ബിനെ സ്നേഹിച്ച അല്ലാഹ് തരുന്ന പ്രതിഫലം എന്താ? ഖുർആൻ. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ഇതേവരെ കണ്ണുകൊണ്ട് കാണാത്ത അല്ലാഹുവിനെ നീ സ്നേഹിച്ചാൽ നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് അല്ലാഹുവിന്റെ നിക്കാഹിനെ നിനക്ക് കാണിച്ചു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നാളെ സ്വർഗ്ഗലോകത്ത് ചില ആളുകളോട് പറയും, എന്നെ നിങ്ങൾക്ക് കാണണോ? ഇതേവരെ സ്നേഹിച്ച റബ്ബിനെ കാണണോ? അല്ലാഹുവിന്റെ നിക്കാഹിനെ അവൻ പ്രദർശിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ സ്വർണ്ണ സ്വരൂപം കാണാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാളെ അല്ലാഹനെ കാണണം. അല്ലാഹനെ കാണണ്ടേ? കാണണോ വേണ്ടേ? കാണണമെങ്കിൽ അല്ലാഹ് പറഞ്ഞത് ചെയ്യണം. ചെയ്യൂ. ഉറപ്പാണല്ലോ. ആർക്കരും അല്ലാഹുവിന്റെ ലിഖായിനെ കാണണമെങ്കിൽ വൽയഅമൽ അമലൻ സാലിഹാ, അവൻ ഇഷ്ടപ്പെട്ട സാലിഹായ കർമ്മം മാത്രമേ ജീവിതത്തിൽ ചെയ്യാവൂ. ഞാൻ എന്നെ കാണിച്ചു തരാം. പക്ഷേ വൽയഅമൽ അമലൻ സാലിഹാ, സാലിഹായ അമലേ ചെയ്യാവൂ. അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടതേ ചെയ്യാവൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടതേ ചെയ്യാവൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യൂ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടം എന്തിനോടാ? ഞാൻ നിങ്ങളോട് ചോദിക്കാം, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഈ കേട്ട ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ ഇറക്കിയെങ്കിൽ, അല്ലാഹു നമ്മളെ സ്നേഹിച്ചാൽ പിന്നെ ജീവിതത്തിൽ ദുഃഖമുണ്ടോ? പ്രശ്നങ്ങളുണ്ടോ? പ്രയാസങ്ങളുണ്ടോ? ഒന്നുമില്ല. അല്ലാഹു നമുക്ക് ആ തിരുനോട്ടം നൽകട്ടെ. ബാക്കിയുള്ള 5 കൂട്ടുകാരെ നമുക്ക് നാളെ പരിചയപ്പെടാം ഇനിയുള്ള ദിവസങ്ങളിലായി. എന്റെ സഹോദരങ്ങളെ, അല്ലാഹ്ക്ക് നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്ത് ചെയ്യണം? നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താ? കൽവിലും. നമുക്ക് ഹൃദയത്തിൽ ഏറ്റവും ഇഷ്ടം ആരോടാ? പൈസ. അതുകൊണ്ടല്ലേ പോക്കറ്റ് തന്നെ ഇവിടെ ഇടത് ഭാഗത്ത് വെച്ചേക്കണം. പോക്കറ്റ് ഇവിടെ വെച്ചേക്കണം. ഹൃദയത്തിന്റെ ഭാഗത്താണ് പോക്കറ്റ്. കാരണം എന്താ? ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇരിക്കണം ഇതിന്റെ അകത്താ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ടതിന് വേണ്ടി കൊടുക്കണം. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാം. ഒരൊറ്റ കാര്യം, കൂടുതൽ വാദമൊന്നുമില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാഹു നൽകി. ഞാൻ ഇത്രയും നേരം ഓതിയത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ആ ഖുർആനിൽ 6666 ആയത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 6666 ആയത്തുകൾ ഹൃദയത്തിന്റെ ഉള്ളിൽ കാണാതെ പഠിച്ച ഹാഫിളീങ്ങളായ മക്കളെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് എന്റെ മക്കളെ ഒരു ഹാഫിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു ഹാഫിൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു ഈ പാവപ്പെട്ടവൻ അങ്ങനെ ഒരു അവസരം നൽകണം. അല്ലാഹു അതിന് കാരണക്കാരായവർക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കട്ടെ. ഒരാളുടെ മയ്യത്ത് കൊണ്ടുപോയി കബറിൽ വെച്ചിട്ട് 3-ാമത്തെ ദിവസം മൂടി തുറന്നു നോക്കിയാൽ ശരീരം അഴുകാൻ തുടങ്ങും. ആദ്യം അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട് സുഹൃത്തേ നിനക്കുള്ള നയനം 2.
3 ദിവസമാകുമ്പോ ആദ്യം ഒടുക്കുന്നതാ കണ്ണാണ്. തഴവാ ഉസ്താദ് നിമിഷ കവിയായിരുന്നു. തഴവാ ഉസ്താദ് അല്ലെ, ധാരാളം എത്രയോ നിമിഷ കവികൾ കുഞ്ചൻ നമ്പ്യാരി എഴുത്തച്ഛനൊന്നല്ലേ നിമിഷ കവിയാരാ? ഒറ്റ നിമിഷം കൊണ്ട് പണ്ട് പുലിക്കോട്ടിൽ ഹൈദർ എന്ന് പറയുന്ന മാപ്പിളപ്പാട്ട് അന്നുള്ള ഒരാളാണ് നല്ലളം ബീരാ മുസ്ലിയാർ. ഇവർ രണ്ടുപേരും നല്ലളം ബീരാ മുസ്ലിയാർ എന്ന് പറയുന്ന നിമിഷ കവിയാണ്. അപ്പൊ പുലിക്കോട്ടിൽ ഹൈദർ കാക്കായെ നല്ലളം ബീരാ മുസ്ലിയാർ കോഴിക്കോട് മിഠായി തെരുവിൽ വെച്ച് കണ്ടുമുട്ടി. ചായപ്പീടിക വെച്ച് ചായ കുടിക്കാൻ വേണ്ടി രണ്ട് സുഹൃത്തുക്കളായിരുന്നു. അവരും 2 കൂട്ടുകാരായിരുന്നു. അപ്പൊ ചായപ്പീടിയെ പോയപ്പോ അവരുടെയൊക്കെ ആശയവിനിമയം എന്താ? പുലിക്കോട്ടിൽ ഹൈദരാക്കാട് നല്ലളം ബീരാ മുസ്ലിയാർ ചോദിച്ചു, അക്കാന മക്കാനിയിൽ നിന്നൊരു ചായ വാങ്ങി തരുമോ നല്ല ഹൈദർ കാക്ക. അവരുടെ ആശയവിനിമയം തന്നെ പാട്ടായിരുന്നു. നിമിഷ കവി ഹക്കായി മക്കാനി ചായ പിടിക്കുക. മക്കാനിന്ന് ഒരു ചായ എനിക്ക് മേടിച്ചരുവോ, വാങ്ങിത്തരുമോ നല്ല ഹൈദർ കാക്ക. ഉടനെ ഹൈദരാക്കാൻ പറഞ്ഞു, ഇക്കാര്യം എന്നിലെന്തിനൻ സൂരാനി മുക്കാല് കയ്യിലില്ല പോ വീരാനെ. മുക്കാലട കയ്യിലില്ല വീരാനെ, നീ പോവാൻ. കോഴിക്കോട് മിഠായി തെരുവിന്റെ അങ്ങാടിയിൽ 5 മിനിറ്റ് കൊണ്ട് 4 വരി പദ്യം വായിച്ച മാപ്പിള കവികൾ ജീവിച്ചിരുന്ന നാടാ നമ്മുടെ മാപ്പിള കേരളം. തഴവാ ഉസ്താദ് അതിൽപ്പെട്ട ആളാണ്. ഇൽമിനെ പറഞ്ഞാൽ 3 ദിവസം കൊണ്ട് നിന്റെ കണ്ണെടുക്കാൻ തുടങ്ങും. പക്ഷേ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ 6666 ആയത്തുകൾ മനഃപ്പാഠമാക്കിയ ഒരു ഹാഫിദിനെ കൊണ്ടുപോയി മണ്ണിൽ വെച്ച് മണ്ണിനിട്ട് മൂടിയാൽ ആ ഹാഫിദിന്റെ ശരീരം പുഴുപോലും തൊടുകയില്ലെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നാളെ ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതിയാലും ആ മയ്യത്ത് കബറിന്റെ അടിയിൽ അതേപോലെ തന്നെ പുഴുപോലും തൊടാതെ ഇരിക്കുമെന്ന് ലോകത്തിന്റെ തിരുദൂതരെ നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ ജീവിതത്തിൽ ഒരു ഹാഫിദ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. മക്കളിലല്ലെങ്കിൽ കൊച്ചുമക്കളിലെങ്കിലും ഉണ്ടാകണം, കൊച്ചുമക്കളിലെങ്കിലും ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തിന്റെ ബറക്കത്താണത്. അള്ളാഹു നമ്മളോട് കൂട്ടുകൂടാനുള്ള അള്ളാന്റെ റസൂലല്ലേ പറഞ്ഞത്, 3 വിഭാഗം ആളുകളുള്ള വീട്ടിൽ അള്ളാന്റെ മലക്കുകൾ നേരിട്ട് വന്നിറങ്ങുമെന്ന് അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. 3 വിഭാഗം ആളുകളുടെ വീടുകൾ, ആ വീട്ടിലേക്ക് മലക്കുകൾ നേരിട്ട് വന്നിറങ്ങും. അതിലൊന്നാമത്തതാരുടെ വീടെന്നറിയുമോ? വബൈത്ത് ഹാഫിദുൽ ഖുർആൻ. ഒന്ന് വബൈത്തുൽ ആലിമി, ഒരാലിമിന്റെ വീടാണത്. ഇദാമില ബിഹി, ഇൽമനുസരിച്ച് അമൽ ചെയ്ത ആലിമുള്ള വീട്, ഒരു പണ്ഡിതനുള്ള വീട്, അത് മലക്കുകൾ നേരിട്ടിറങ്ങുന്ന വീടാണ്. രണ്ടാമത്തെ വീട് ഏതെന്നറിയുമോ? വബൈത്ത് ഹാഫിദുൽ ഖുർആൻ. ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിദിന്റെ വീടാണത്, ഹാഫിദിന്റെ വീടാണത്. അതുകൊണ്ടൊരു വസിയത്തായിട്ട് എല്ലാ സദസ്സിലും ഞാൻ പറയാറുണ്ട്, അള്ളാഹു ഇനിയുടെ വാക്ക് കേട്ടിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സെൻട്രൽ ജുമാ മസ്ജിദിൽ നിന്ന് 18 കുഞ്ഞുങ്ങളാണ് ഖുർആൻ ഹാഫിളാവാൻ വേണ്ടി പോയത്. അതിൽ ഡോക്ടറിന്റെ മക്കളുണ്ട്, എഞ്ചിനീയറിന്റെ മക്കളുണ്ട്. ഞാനിത് പറയുന്നത് എന്റെ ഒരു ദൗത്യം പോലെ അള്ളാഹു നൽകിയ അനുഗ്രഹം നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തരികയാ. നമ്മുടെ മക്കളിൽ ഹാഫിളീങ്ങൾ ഉണ്ടാവണം. അതിന് കഴിഞ്ഞില്ലയോ നമ്മുടെ കുടുംബത്തിലെങ്കിലും അള്ളാന്റെ ഖുർആൻ നെഞ്ചകത്ത് കുത്തിവെച്ച ഹാഫിളീങ്ങൾ ഉണ്ടാവണം. 6666 ആയത്തുകൾ കാണാതെ പഠിച്ച നാളെ സ്വർഗ്ഗലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു തആല മാതാപിതാക്കളുടെ തലയിൽ ഒരു കിരീടം വെക്കും. മരതഗ്രന്ഥങ്ങൾ പതിച്ച കിരീടമാത്. മറ്റു മാതാപിതാക്കൾ ചോദിക്കും, എന്ത് ചെയ്തിട്ടാണ് ഈ മാതാപിതാക്കൾക്ക് ഈ കനക കിരീടം എന്ന് ചോദിക്കുമ്പോ അല്ലാഹു പറയും, ഇവര് ഹാഫിളീങ്ങളുടെ മാതാപിതാക്കളാണ്, ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളീങ്ങളുടെ മാതാപിതാക്കളാണ്. അല്ലാഹു വിനീതന്റെ മാതാപിതാക്കൾക്കും അല്ലാഹു ആ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ അല്ലാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കണമെന്ന് പറയുമ്പോ കൽബിൽ അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ കലാമ് മനഃപ്പാഠമാക്കുന്ന മക്കളെ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വെച്ച് അല്ലാഹുവിന്റെ ഖുർആനിൽ 6666 ആയത്തുകളുണ്ട്. സഹോദരങ്ങളെ, 6600 ആയത്തുകൾക്ക് 6666 ആയത്തുകൾക്ക് തുല്യമായി പള്ളിച്ചവിട്ടുകര മുസ്ലിം ജമാഅത്തിന്റെ ഈ പള്ളിക്ക് ചുറ്റും ഒരു ചുറ്റുമതിൽ കെട്ടണമെന്ന് സംഘാടക സമിതിക്ക് വലിയ ആഗ്രഹമുണ്ട്. ആ
അള്ളാന്റെ ഭവനമല്ലേ, ആ അള്ളാന്റെ തറവാട് സംരക്ഷിക്കാനുള്ള പടിയാണ്. ഇവിടെ നിന്നിട്ട് ഉസ്താദ് എത്രയോ സദസ്സിൽ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് കാസർഗോഡ് കുമ്പളം മുതൽ അങ്ങകലെ തേങ്ങാപട്ടണം വരെ എത്രയോ സദസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പിരിവിനല്ല, അതിന്റെ അപ്പുറത്തേക്ക് ഒരു നന്മയ്ക്ക് വേണ്ടി ഇതിന്റെ ബറക്കത്ത് കൊണ്ട് എത്രയോ ഹാഫിളീങ്ങളാ. കഴിഞ്ഞ മാസം കല്ലമ്പലത്ത് ഞാൻ പ്രസംഗം നടത്തുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഒരു പയ്യനെയും പിടിച്ചു കൊണ്ടുവന്നു. ഓ ചെറുപ്പക്കാരനാരാ? കൂലിപ്പണിക്കാരനാ. ഉസ്താദേ നിങ്ങളുടെ വയത് കേട്ടപ്പോൾ 3 വർഷം മുമ്പ് 6666 രൂപ ഞാൻ പറഞ്ഞതാ. എന്ന മകൻ ഹാഫിളായ ഉസ്താദേ എന്ന് പറഞ്ഞ് 11 വയസ്സുള്ള പൊന്നുമോനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഈ വഅദിന്റെ മജ്ലിസിൽ എനിക്ക് കിട്ടിയ ഹാഫിളായ പൊന്നുമോനാണെന്ന് പറഞ്ഞ മുഹമ്മദ് സലീം എന്ന സഹോദരൻ അള്ളാഹു അത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ 2ാമത്തെ മകനും ഹിഫ്ള് പഠിക്കാൻ പോയിരിക്കുകയാ. അതുകൊണ്ട് ഈ നിശബ്ദമായ രാത്രിയെ സാക്ഷി നിർത്തി അള്ളാന്റെ ഇൽമിന്റെ മജ്ലിസിനെ സാക്ഷി നിർത്തിയിട്ട് ഏതാഗ്രഹമാണോ മനസ്സിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് പറയുക. ഉസ്താദെ ഈ മദ്രസ നിർമ്മാണത്തിന് വേണ്ടി 6666 രൂപ ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ്. പണി നടക്കുമ്പോൾ അതിന്റെ അവസരം പോലെ ഏൽപ്പിച്ചാലും മതി. ഈ സദസ്സിൽ വെച്ചിട്ട് ആദ്യമായിട്ട് പറയാൻ അള്ളാന്റെ റസൂൽ സഹാബത്തിനോട് സദക്ക ചോദിച്ചാൽ ആരാണ് ആദ്യം പറയുക എന്ന് ചോദിച്ചാൽ ഉടനെ സദസ്സിൽ നിന്നൊരാൾ ചാടി എഴുന്നേൽക്കും. അനയാ റസൂലല്ലാഹ്, ഞാൻ തരാ നബിയേ. ആരാണെന്നറിയുമോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അള്ളാന്റെ റസൂൽ ചോദിച്ചാൽ ഉടനെ പറയും ഞാൻ തരാ നബിയേ. അതുകൊണ്ട് അള്ളാന്റെ റസൂൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത വാഗ്ദാനം എന്താ? ലികുല്ലി നബിയിൻ റഫീഖും ബിൽ ജന്നാ. ഓരോ പ്രവാചകന്മാർക്കും സ്വർഗ്ഗത്തിൽ ഒരു കൂട്ടുകാരനുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടുകാരൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അർഹമർ റഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, അല്ലാഹുവേ നമ്മുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ തമ്പുരാനെ. ഭാവി ജീവിതം പാപരഹിതമാക്കണേ അല്ലാഹ്. പൈശാചിക ദുർബോധനത്തിൽ ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോര കബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, വിശുദ്ധമായി സംരംഭത്തിന് വേണ്ടി ആദ്യമേ തന്നെ സദഖ ചെയ്ത സക്കീനത്ത് എന്ന സഹോദരി നീ ഖൈർ നൽകണേ അല്ലാഹ്. ബറക്കത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ സദഖ സ്വീകരിച്ചവരുടെ മക്കളെ, അവരുടെ കുടുംബങ്ങളിൽ നീ ഹാഫിളീങ്ങളെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവർക്കും അവരുടെ ഭർത്താവിനും റാഹത്തായ ആരോഗ്യ ജീവിതം നൽകണേ അല്ലാഹ്. അവരുടെ മക്കൾക്ക് നീ ഖൈറായ പുരോഗതി നൽകണേ തമ്പുരാനെ. അവരുടെ മരണമടഞ്ഞ മാതാപിതാക്കളുടെയും ഭർത്തൃമാതാവിന്റെയും പിതാവിന്റെയും അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെയും കബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. എല്ലാവിധ നന്മകളും കബറിൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി സദഖ ചെയ്ത സഹോദരങ്ങൾ അവർക്കെല്ലാവർക്കും അതിന്റെ പ്രതിഫലം കബറിൽ എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ശരീര സുഖത്തിന് വേണ്ടി സദഖ ചെയ്തവർ ശരീരത്തിന് ആഫിയത്ത് നൽകണേ അല്ലാഹ്. സന്താന സൗഭാഗ്യമില്ലാത്തവർക്ക് നീ സന്താന സൗഭാഗ്യം നൽകണേ തമ്പുരാനെ. മരണപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടി സദഖ ചെയ്തവർ നീ ആ മക്കളെയും മാതാപിതാക്കളെയും സ്വർഗ്ഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ഗൾഫിൽ നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി സദഖ ചെയ്തവർ നീ അതിന്റെ ഖൈർ നൽകണേ തമ്പുരാനെ. പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടി സദഖ ചെയ്തവർ പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ പാതിരാത്രിയിൽ നിന്റെ നേരെ കൈകൾ ഉയർത്തി നിൽക്കുന്ന ഈ പാവങ്ങളെ നീ കാണുന്നുണ്ടല്ലോ തമ്പുരാനെ. അല്ലാഹുവേ, ഈ സദസ്സിൽ വെച്ച് 6666 രൂപ വാഗ്ദാനം ചെയ്ത 7 സഹോദരങ്ങൾ അല്ലാഹുവേ, നീ അവരുടെ മനസ്സിന്റെ മുറാദുകൾ അറിയാൻ തമ്പുരാനെ. അതൊക്കെ നീ വീട്ടിൽ കൊടുത്ത് സബലീകൃതമാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ 1000 പ്രയാസങ്ങൾ
പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ട് തമ്പുരാനെ. എല്ലാ ദുഃഖങ്ങളും മാറ്റി ഞങ്ങളുടെ ശരീരത്തിനൊരു റാഹത്ത് നൽകണേ അല്ലാ. മാരക രോഗങ്ങൾ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരക രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്കെല്ലാവർക്കും നീ കാവല് നൽകണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. ആരൊക്കെ ഈ വിനീതനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിനക്കറിയാമല്ലോ അല്ലാ. എല്ലാം നീ ശിവയാക്കി അല്ലാഹുവേ ജീവിതത്തിൽ എന്റെ മേൽനോട്ടം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾ നീ ശിവയാക്കണേ തമ്പുരാനെ. അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോർക്ക് ഖബറിൽ പ്രതിഫലം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ഭാര്യമാരെ നീ സാലിഹാത്തുകളാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളും ഹാഫിദീങ്ങളുമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ നീ ഒരു ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിദീങ്ങളെ തരണേ അല്ലാ. ആരൊക്കെ മക്കളെ ഹാഫിദീങ്ങളാക്കാനേ പാവപ്പെട്ടവനോട് സദക്ക നൽകി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരുടെയും മക്കളെ നീ ഹാഫിളീങ്ങളാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ സദസ്സിൽ ഇരുന്ന ഓരോ സമയവും നീ ഞങ്ങൾക്ക് നാളെ ആഖിറത്തിൽ വിലപ്പെട്ട സമയമാക്കണേ അല്ലാ. സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് കാരണമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മരിക്കുന്ന നേരം കലിമ പറഞ്ഞ് മരിക്കുന്നവരിൽ പെടുത്തണേ തമ്പുരാനെ. ഈ സദസ്സിന് വേണ്ടി സഹകരിച്ചവർ, സഹായിച്ചവർ, ഇതിനു വേണ്ടി പരിശ്രമിച്ചവർ ഓരോരുത്തർക്കും നീ പ്രതിഫലം നൽകണേ തമ്പുരാനെ. അല്ലാഹുവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാർ നീ അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അവരുടെ ഭർത്താക്കന്മാരെ സൽസ്വഭാവികളാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ ഒരു നല്ല ഭാവി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ നീ നല്ല സ്ഥിരതയുള്ള ഒരു ജോലി കൊടുക്കണേ തമ്പുരാനെ. കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. ഈ നാട്ടിൽ നിന്ന് ആരൊക്കെ വിദേശത്ത് ജോലി എടുക്കുന്നു അവരെ നീ അപകടങ്ങളിൽ നിന്ന്, അസുഖങ്ങളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. ഇക്കൂട്ടത്തിൽ കൂലിപ്പണിക്കാരുണ്ട്, നീ അതിന് ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. ജീവിതത്തിന്റെ 1000 പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർ അല്ലാഹുവേ, നീ അതെല്ലാം മാറ്റി ഞങ്ങളെ നീ റാഹത്തിലാക്കണേ അല്ലാ. നാളെ ഇതേ സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടി നിന്റെ ഖുർആൻ കേൾക്കാൻ ഞങ്ങൾക്ക് നീ അവസരം ഒരുക്കണേ തമ്പുരാനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വൽ 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 ആലമീൻ. അസ്സലാമു അലൈക്കും